സുരേഷ് എപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് നായനാർ സഖാബിൻ്റെ ഭരണം എനിക്കിഷ്ടമാണ്. EMSന് കാറില്ല, അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് കാറില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോളിസി ആരെങ്കിലും ഇപ്പം അത്തരം സഖാക്കളൊന്നുമില്ല. സഖാക്കളെ കൂട്ടത്തിൽ ഈ ഒരു സഖാവേ EMSനെ പോലെ ഇങ്ങനെയായിട്ട്. അന്നും ഇത്ര പൈസ ഇല്ല. ഇപ്പം എത്രയാ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കെല്ലാം പൈസ. ഞാൻ അതാ വിചാരിക്കുന്നു. അതുകൊണ്ട് ചെറിയ കുട്ടികളായാലും ചെയ്യുക കേട്ടാ, കുട്ടി നടക്കാൻ തുടങ്ങിയോ അറിയില്ല, വർത്താനം പറയാൻ ചെയ്യുക അറിയില്ല. പറയും തോന്നുന്നു. AKG മരിച്ചപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് AKGനെ കണ്ണൂരല്ലേ കൊണ്ടുവന്നിന്. അന്ന് രാത്രി അതെല്ലാം കഴിഞ്ഞിടെ വന്നെന്നും എന്തൊരു കരച്ചില്. അന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞിട എനിക്ക് ഒരു ഹൃദയമില്ലേ. എത്ര ആൾക്കാർ നിങ്ങൾക്കൊന്നും അറിയില്ല. പാച്ചേനി കുഞ്ഞാമേട്ടൻ, പിന്നെ ഈ എന്താ പറയണ്ടത് സി കണ്ണേട്ടൻ, പിന്നെ ഈ പരിയാരം കിട്ടേട്ടൻ, അനിയൻ, പിന്നെ ഒറ്റപ്പടിയാണോ അന്ന് നോക്കിയാൽ കല്യാണം കഴിക്കാത്തത്. എന്തിനാന്ന് പാർട്ടിക്ക് വേണ്ടിയിട്ട്. ഞാനും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഭഗവാൻ എന്തിനാ പറയാത്. ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ടീച്ചറോട് സഖാവ് പറഞ്ഞിരുന്നല്ലോ, ഞാനില്ലെങ്കിലും നിനക്ക് പാർട്ടിയും ജനങ്ങളും ഉണ്ടാവും. ടീച്ചറെ കൂടെ ഉണ്ടോ പാർട്ടിയും ജനങ്ങളും? ജനങ്ങൾ എന്തായാലും ഉണ്ട്. എപ്പോഴാണ് ടീച്ചർക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ആഗ്രഹം? എനിക്കൊരു സ്വന്തമായിട്ട് വീട് എടുക്കണം എന്ന് വെച്ചിട്ടാണ് ഞാനിത് എപ്പോഴാണ് 75-ലല്ലേ നമ്മൾ അടിയന്തരാവസ്ഥ. അതിന് മുമ്പിൽ ഞാൻ ലോണെല്ലാം എടുത്ത് സ്കൂളിൽ നിന്ന് നമ്മൾക്ക് ലോൺ കിട്ടുമല്ലോ, അങ്ങനെ ലോണെല്ലാം എടുത്ത് വീട് എടുക്കാൻ തുടങ്ങിയത്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നാ വീട് വന്ന് നോക്കിക്കൂടെ. അതെന്തിനാ, നീ നോക്കിയാൽ പോരെ. ഇങ്ങനെ പറയാം, നീ നോക്കിയാൽ പോരെ. പിന്നെ എത്ര ആൾക്കാർ സഖാവരും, ഞാനത് പറഞ്ഞില്ല എന്നോട് നേരത്തെ, ഈ ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ തന്നെ എല്ലാവരും കാണാൻ വരുമെന്ന് പറഞ്ഞല്ലേ, ആ സമയത്ത് അവർ ചോദിക്കും, അല്ല സഖാവേ നിങ്ങൾ എത്ര വർഷമായി തിരുവനന്തപുരത്ത് താമസിക്കും. എല്ലാവർക്കും നേതാക്കന്മാർക്കെല്ലാം അവിടെ വീടുണ്ട്, ഒരു വിധം നേതാക്കന്മാർക്കെല്ലാം. എന്നിട്ട് അന്നേരം എനിക്ക് ചാരത്തൊക്കെ താമസിക്കാൻ കല്യാശ്ശേരി നല്ലൊരു വീട്, ഈ വീട് നല്ലൊരു വീട്. അത് എന്താണെന്ന് വെച്ചാൽ EMSന് വീടില്ല സ്വന്തമായിട്ട്. അയാൾ ഇത്രയും പാർട്ടിക്ക് കൊടുക്കുമല്ലേ ഇതിന്. അപ്പോൾ അതുകൊണ്ട് എനിക്കും വീട് വേണ്ട. EMSന് കാറില്ല, അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് കാറില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോളിസി ആരെങ്കിലും. ഇപ്പം അത്തരം സഖാക്കളൊന്നുമില്ല. ആരുമില്ല. സഖാക്കളെ കൂട്ടത്തിൽ ഈ ഒരു സഖാവേ EMSനെ പോലെ ഇങ്ങനെയായിട്ടുള്ളൂ. EMS അത്രയും കൊടുത്തിട്ടില്ലേ പാർട്ടിക്ക് സ്വത്ത് മുഴുവൻ. ഞാൻ പറഞ്ഞു നമുക്കൊരു വീട് വേണം. അന്നേരം എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വീടെടുത്താലും എനിക്ക് ഇഷ്ടക്കുറവല്ല, പക്ഷെ എനിക്കൊരു വലിയ മുറി വേണം. ആ മുറിയിൽ എൻ്റെ മേശ, കസേര, പിന്നെ ഒരു കട്ടിൽ, ഒരു 4 അലമാര, ബുക്ക് വെക്കാൻ. ബാക്കി നീ എന്തോ ചെയ്തോ, ഒന്നൊരു പ്രശ്നമില്ല. നീ എന്താ വേണ്ടത്. ചെടികൾ എവിടെ പോയാലും കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞില്ല, രാത്രി ഒരു ദിവസം വയനാട്ടിൽ പോയി വരുമ്പം കാറിൽ, വയനാട്ടിൽ നല്ല നീരുണ്ടാവില്ല, ചെടി അവരോട് പറഞ്ഞാ 2 പേരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാ. അപ്പോൾ പറയും കൊടുക്കൂലേ. കൊണ്ടുവന്ന് രാത്രി 1:30 മണിക്ക് വന്നു. അപ്പം ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് വന്നതായിരുന്നു. എന്നോട് പറഞ്ഞ, ശാരദ ഇതിപ്പം നടണമെന്ന്. ഞാൻ അത് ഇപ്പം ഇവിടെ വെച്ച് നമുക്ക് രാവിലെ നടാം. അത് പറ്റിയേ ഇല്ല. ഇതിപ്പോൾ അവിടുന്ന് കാറിൽ വെച്ചുകൊണ്ട് ഇപ്പം നട്ടിട്ട് നാളെ രാവിലെയൊക്കെ അത് ചീത്തയായി പോവും. എന്നാ എനിക്ക് പറ്റൂലേ, ഇല്ല ഞാൻ വെച്ചോളാം. സഖാവിന് വലിയ ഇഷ്ടമായിരുന്നല്ലോ തിരിച്ചു വന്ന് കല്യാശ്ശേരിയിൽ താമസിക്കണമെന്നും. പിന്നെ സഖാവിന് ഇഷ്ടമല്ല, സഖാവിന്റെ യൗവനകാലം മുഴുവൻ ചെലവാക്കിയ ആൽമരവും ചായക്കടയെ കുറിച്ചിട്ടും കല്യാശ്ശേരിനെ കുറിച്ചിട്ടും ഒക്കെ എഴുതണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. ഈ ആൽമരവും സഖാവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? ആൽമരവും സഖാവും ഇത് തന്നെ. അവിടെ പോയി ഇതിന്റെ പത്രം വായിക്കുമായിരുന്നു, ചായ കുടിക്കും. അവിടുത്തെ ചായ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പിന്നെ കപ്പലണ്ടി വാങ്ങി കഴിക്കുവാണ് ഇവരെല്ലാം കൂടെ. വൈകുന്നേരം കല്യാശ്ശേരി ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണത്. നാട്ടിൽ വരുന്ന അവസരങ്ങളിൽ വൈകുന്നേരം ചായയെല്ലാം കുടിച്ച് കുറച്ച് നേരം കൂടെ വായിക്കും. വായിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി, പിന്നെ അതുവരെ ലുങ്കി മാത്രമല്ല എടുത്തിട്ടുണ്ടാവുക. പിന്നെ ഡ്രസ്സെല്ലാം മാറ്റി, പിന്നെ ഒന്ന് ഇളയമീനെ കാണാൻ പോകും. ഇളയമീനെ കണ്ട് നേരെ ഈ വേലിക്കാത്ത രാമന്റെ പീടിയിലേക്ക് പോകും. രാമൻ നാട്ടിലുള്ള വർത്താനം മുഴുവൻ പറഞ്ഞു കൊടുക്കും. തൊട്ടാണ് ഇത് ആൽമരവും ചായയെല്ലാം. അപ്പോൾ അവിടുന്ന് ചായയെല്ലാം വാങ്ങി കുടിച്ച് പിന്നെ അങ്ങനെ രാത്രി വരുമ്പോഴേക്ക് ഈ നാട്ടിലെ എല്ലാ ന്യൂസും അറിയാം അന്നേരം. അതിന് തൊട്ട് തന്നെയാണ് വായനശാല. അതിന് തൊട്ട് തന്നെ വായനശാല.
മുഖ്യമന്ത്രി ആയാലും കൂടെ അവിടെ ഇരുന്നിട്ടുണ്ട്. അത് ശരി, അത്രയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതാണ്. രാമന്റെ പീടിയാന്ന് പറഞ്ഞാൽ രാമൻ മരിച്ചു. ഇപ്പം രാമൻ അധികം വയസ്സാവാണ്ട് മരിച്ചു, പക്ഷെ സഖാവ് പോയ ശേഷം മരിച്ചത്. സഖാവ് ഒരിക്കലും തന്റെ രാഷ്ട്രീയ സ്ഥാനം ഉപയോഗിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും വേണ്ടിയോ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതില് മക്കൾ എപ്പോഴെങ്കിലും പരാതി പറഞ്ഞു? മക്കൾക്ക് ഇപ്പോഴും ഉള്ളിൽ വിചാരമുണ്ട്. എന്റെ വിചാരം ഞാൻ വിചാരിക്കുന്നത് എന്ന് വെച്ചാല് എല്ലാവരും ശരിക്കും സാധാരണ ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാന്ന് വെച്ചാൽ അവനവൻ്റെ മക്കളെ ശ്രദ്ധിക്കും. ഇന്നത്തെ രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവനവൻ്റെ കുടുംബം നോക്കിയിട്ടായിരുന്നു ഏത് രാഷ്ട്രീയക്കാരനും ബാക്കി എല്ലാ പണി ചെയ്യുന്നു. ഏത് ചെറിയ രാഷ്ട്രീയക്കാർ തൊട്ടിട്ട് ഈ സഖാവിന് മാത്രം ഒരു കുടുംബത്തുമായിട്ട് ഒരു കുടുംബം എല്ലാം ഞാൻ ചെയ്യണം, അല്ല നീ ചെയ്താൽ മതി, അങ്ങനെ പറയാം. അങ്ങനെ അല്ല വേണ്ടത്. ഞാനതിനെതിരാണ്. ഒരച്ഛൻ ശ്രദ്ധിക്കണം. വീട്ടിലുള്ള സമയങ്ങളിൽ മക്കളൊക്കെ ആയിട്ട് ഇരുന്ന് വീട്ടിലുള്ള സമയം അധികം, കാരണം പുറത്ത് വലിയ രസികനാണല്ലോ, അതേപോലെ തന്നെ ആയിരുന്നോ വീട്ടിലും? അല്ല, എന്തെങ്കിലും കുറച്ച് പറയും. ഇവിടെ വന്നിപ്പം രാവിലെ വരുക, എപ്പോഴും രാവിലെ ട്രെയിനിന് വന്നിട്ട് ഇവിടെ വരുക, കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പുറത്ത് വറാന്തയിലിരിക്കും. അപ്പം ഇവരെല്ലാം സ്കൂളിൽ പോകാൻ പുറപ്പെട്ടിട്ടുണ്ടാകും, കോളേജിൽ പോകുന്ന ആൾ പോയുള്ള ഇതിലേക്ക്. എന്നിട്ട് ആ സമയത്ത് അവരോട് ചോദിക്കും, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്? അന്നേരം ഓർമ്മയുണ്ടാവും. പിന്നെ വന്നേരം നീ ഇപ്പടാ, നീ ഇപ്പം ഏത് ക്ലാസ്സിലാന്ന് ചോദിക്കും. മക്കൾ ഏത് ക്ലാസ്സിലാന്ന് വരെ അറിയില്ല. ഇല്ല. അത് ഈ ചെറുപ്പത്തില് നമ്മളെ ഇപ്പം ഞാൻ പറഞ്ഞ ഇളയമ്മേൻ്റെ ഒരു മോളുണ്ട്, പിന്നെ മദ്രാസിലാണ്, നാണിയേച്ചി. അപ്പം ഈ നാണിയേച്ചിയോട് വിളിച്ചു പറയും, നാണിക്കുട്ടി എന്നാ വിളിക്കുക, നാണിക്കുട്ടി പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. അപ്പോൾ നാണികേച്ചിക്കൻ്റെ അമ്മോ എനിക്ക് ഏട്ടൻ വരുവാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഉത്സവം പോലെയാണ്. രണ്ട് ഭർത്താവ് പറയും, നാണീച്ചിൻ്റെ ഭർത്താവ് ഞാൻ പോയി എന്നോട് പറഞ്ഞു, ഏട്ടൻ കുട്ടിയോട് പിന്നെ നാണിക്കുട്ടീനെ വിളിക്കുക, നാണിക്കുട്ടിയോട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് മത്സ്യം വന്നിട്ടില്ലെങ്കിൽ ആ മത്സ്യം എത്തും അത് കഴിഞ്ഞു മദ്രാസ് സിറ്റിയിൽ നിന്ന്. ഈ നാണീച്ച് ഏട്ടനോട് കഴിക്കുമ്പോൾ ഊണ് കഴിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഏട്ടാ കുട്ടികളെല്ലാം എന്ത് ചെയ്യുന്നു എന്താ ചെറിയ കുട്ടികളായാലും ചെയ്യുക, ഏട്ടാ കുട്ടി നടക്കാൻ തുടങ്ങിയോ അറിയില്ല, വർത്താനം പറയാൻ ചെയ്യുക അറിയില്ല, ആ പറയും തോന്നുന്നു പറയല്ലോ എന്ന് പറയും. ഒരു പ്രാവശ്യം ഈ കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഒരു ഏർപ്പാട് വന്നില്ല സ്കൂളിൽ. അപ്പൊ പാറശാല, ഏതോ ഒരു സ്കൂൾ, പാറശാല നമ്മളെ അതിർത്തി പാറശാല, അവിടെ ഒരു സ്കൂളാണ് ഈ പാല് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയാണ് പോയത്, ഈ പാലാദ്യം കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഈ മുഖ്യമന്ത്രി പാലിങ് ഗ്ലാസ്സിൽ വെച്ച് കൊടുക്കുന്നു. ആ ഫോട്ടോ പിറ്റേന്ന് എല്ലാ പത്രങ്ങളിലും വന്നു. അപ്പോൾ പിന്നെ ദേശാഭിമാനി മാത്രമല്ല എല്ലാ പത്രങ്ങളിലും. അപ്പോൾ ആ പത്രം രാവിലെ, ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത്, മറ്റേ ഇവനെല്ലാം അന്നേരം ജോലിയായിട്ട് വിനോദെല്ലാം എറണാകുളത്താണ്. അപ്പോൾ വിനോദ് വായിച്ചു. എന്നിട്ട് വായിച്ചിട്ട് ആ കുട്ടികളെ ഒരു മനസ്സിൻ്റെ വേദനയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവൻ വായിച്ചിട്ട് എന്നോട് പറഞ്ഞ, അമ്മേ ഇന്ന് പത്രം വായിച്ചോ അമ്മ? ഞാൻ അവനെ വായിച്ചല്ലോ മോനെ, അച്ഛൻ കുട്ടിക്ക് അത് ഇങ്ങനെ അവൻ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടം കേട്ടാ. അച്ഛൻ കുട്ടിക്ക് പാല് വായിച്ചു കൊടുക്കും. ഞാൻ അത് പിന്നെ സ്കൂൾ ഉദ്ഘാടനത്തിന് പോയ പാല് വായിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞു. അപ്പൊ അവരുടെ ഉള്ളിലുണ്ട് ഉണ്ട്. പിന്നെ ആദ്യം ഇവർ വിചാരിച്ചത് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അച്ഛൻ വലിയ ഒരാൾ, ഒന്നും അച്ഛനോട് പറയാൻ പാടില്ല, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനുള്ള സമയമില്ല, അങ്ങനെയില്ലാന്ന് ഇവർ ആദ്യം വിചാരിച്ചത്. പക്ഷെ മുതിർന്നപ്പോ അവർക്ക് തോന്നിയിട്ടുണ്ടാവും അച്ഛന് വേണമെങ്കിൽ ഇത്തിരി സമയം. പിന്നെ ഒരു സ്ഥലത്തും കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. ഒരു ആകെ ഈ പിന്നെ കുമാർ ചെറിയ കുട്ടിയായ സമയത്താണ്, വിനോദിന്റെ വയറ്റിലുണ്ട് അത്രേ, കുമാർ ചെറിയ കുട്ടിയായതാണ് ഒരു ടൂറ് കൊണ്ടുപോയി നമ്മളെ ഡൽഹിയിൽ MP ആയ സമയത്ത് 64 രണ്ടാമത്തെ MP പിന്നെ കിട്ടിയില്ല, ആദ്യത്തെ ഒരു MP ആയ സമയത്ത്. അന്നേരം 4 കൊല്ലമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ശാരദേ ഈ വെക്കേഷനിൽ നീ എൻ്റെ കൂടെ വന്നോ, കുട്ടികളെല്ലാം കൊണ്ട് ഡൽഹി കണ്ട് വരാമെന്ന്. അങ്ങനെ ഒരു വെക്കേഷനിലാണ് ഡൽഹി കാണാൻ പോയത്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എല്ലാം ഇനിയിപ്പോൾ ഒരു ലാക്ടോജനുള്ള ലാക്ടോജൻ, ഗ്ലാക്സോൻ്റെ കാലത്ത് ഗ്ലാക്സോ, പിന്നെ മറ്റേ അങ്ങനെ ഓരോന്നും. ചെറിയ കുട്ടികളാകുമ്പോൾ സുതിയെല്ലാം ചെറുതാകുമ്പോൾ ഗ്ലാക്സോ തന്നെയാണ്. പിന്നെ അവിടുന്ന് ലാക്ടോജൻ ആയല്ല, അന്നേരം അത് കൊണ്ടുവരും. അതിപ്പോൾ ഇപ്പം വാങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അന്നേരം അത് വാങ്ങും. ഒന്ന് തീർന്നിട്ടുണ്ടാവില്ല, അതൊന്നും ഓർമ്മയുണ്ടാവില്ല അന്നേരം വാങ്ങി.
അത് തീർന്നില്ല എന്ന് ഓർമ്മിക്കൂല. അത് അങ്ങനെ അതറിയാണ്ട് വാങ്ങുന്നതാണ്. ഇത് ഇങ്ങ് വരുമ്പം കുട്ടിക്കൊരു എന്തെങ്കിലും ഒരു ഡിന്നി ഇത് കൊണ്ടുവരുക. അതാണ് സഖാവ് കൊണ്ടുവന്ന 1-2 പരിഷ്കാരങ്ങൾ. ഒന്ന് കർഷക പെൻഷൻ നടപ്പാക്കിയത്, പിന്നെ ഒന്ന് സമ്പൂർണ്ണ സാക്ഷരത, അതാണ് രണ്ടാമത് പ്രത്യേക ജനകീയ ആസൂത്രണം. ആ കാലത്ത് ഞങ്ങളെ കുക്കിന് ഹരിശ്രീ അറിയില്ല. കുക്ക് ഭക്ഷണം നന്നായിട്ടുണ്ടാക്കും കൃഷ്ണൻ. എല്ലാവർക്കും കൃഷ്ണേട്ടൻ്റെ ഭക്ഷണം ഇഷ്ടമാണ്. ചിക്കൻ ഉണ്ടാക്കും, ബാക്കി എല്ലാ സാധനങ്ങളെല്ലാം നന്നായി ഉണ്ടാക്കും. പക്ഷേങ്കിൽ വായിക്കാൻ അറിയില്ല. എന്നിട്ട് ഒരു ദിവസം എന്നോട് വന്ന് പിന്നെ ശാരദേ നീ കൃഷ്ണനെ എഴുത്തും വാങ്ങി പഠിപ്പിക്കണമെന്ന്. പിന്നെ അപ്പം എന്നോട് പറഞ്ഞ് അല്ല ഇപ്പം എന്തുകൊണ്ടാണ് ഈ സാക്ഷരത വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഭർത്താക്കന്മാരെല്ലാം പുറത്തോ എവിടെയെങ്കിലും ഉള്ളത് അവർ ലെറ്റർ അയച്ചാൽ ആ ഭർത്താവിൻ്റെ ലെറ്റർ മറ്റൊരാളെ കൊണ്ട് വായിപ്പിക്കുന്നത് എത്ര അല്ലേ? അത് മറ്റൊരാൾ വഴിയെല്ലാം അറിയണ്ടേ. സ്വന്തം ഭർത്താവിൻ്റെ ഒരു ലെറ്റർ കയ്യിൽ കിട്ടിയാൽ നമ്മൾ തന്നെ പൊട്ടിച്ച് വായിക്കണ്ടേ. അത് ആദ്യം സഖാവ് സ്റ്റേജിൽ പ്രസംഗിച്ചതാണ്. ഒരു കാർത്തിയായിനി ഒരു കൃഷ്ണന് ലെറ്റർ അയച്ചു. അപ്പോൾ കൃഷ്ണൻ നമ്മളെ വീട്ടിലുള്ളത്. അതെ, ഒരു കാർത്തിയായിനി ഒരു കൃഷ്ണൻ പുറത്തു നിന്ന് ഭാര്യയ്ക്ക് കാർത്തിയായനിക്ക് ഒരു ലെറ്റർ അയച്ചു. അപ്പോൾ അവൾക്ക് വായിക്കാൻ അറിയില്ല. അവൾ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം സ്വന്തം ഭർത്താവിൻ്റെ എന്താ എഴുതിയെന്ന് വായിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ശാരദ, അതുകൊണ്ട് നമ്മൾ കൃഷ്ണനെ നീ നല്ലോണം പഠിപ്പിക്കണം കേട്ടാ. ഈ കൃഷ്ണനെ ഞാനാന്നിട്ട് പഠിപ്പിച്ചത്. അപ്പോൾ എനിക്കും മനസ്സിലായി കൃഷ്ണൻ ഒറ്റ എഴുത്തും അതിനറിയില്ല. അവൻ്റെ ഭാര്യയൊന്നും പിന്നെ കത്തയൊക്കെ ഇല്ല. എന്നാലും മറ്റു മക്കളെന്ന് അയച്ചാൽ ഇവന് വായിക്കാൻ അപ്പുറം സ്റ്റാഫിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവൻ വായിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാം, സ്ലേറ്റും പെൻസിലും വാങ്ങി ഒരു 1-ാം പാഠം വാങ്ങി. എന്നിട്ട് പഠിപ്പിക്കാൻ രാത്രി പണിയെല്ലാം തീർന്നാൽ ഞാൻ എന്നിട്ട് ഇവൻ അരി ശ്രീ ജാ എത്തിയത് ഇവന് കിട്ടുന്നില്ല. ജാ നെയ്താൻ കിട്ടുന്നില്ല. എന്നിട്ട് എന്നോട് ഇനി എനിക്ക് പഠിക്കാൻ പറ്റൂല. ഈ കൃഷ്ണൻ എയിംസ് കൊണ്ടുവരണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അല്ലേ? അത് പക്ഷെ നടന്നില്ല. കണ്ണൂർ വിമാനത്താവളം ഇബ്രാഹിമിനോട് ഒരു ദിവസം രണ്ടുപേരും കൂടെ ഈ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ സഖാവ് ബാംഗ്ലൂർ പോയിട്ട് എങ്ങനെയങ്ങ് വരുമ്പോൾ ഈ ഇബ്രാഹിമിൻ്റെ ഭാര്യ വീട് കൂത്തുറമ്പിലാണ്. അപ്പോൾ ഇബ്രാഹിമും ഉണ്ട് ഈ ഫ്ലൈറ്റിൽ. അപ്പോൾ ഇബ്രാഹിമുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം നമുക്ക് നമ്മളെ നാട്ടിലൊരു ഇത് എയർപോർട്ട് വേണ്ടിയിടൂ. അന്നേരം പറഞ്ഞ് എവിടെയാണ് സഖാബേ, നമുക്ക് സ്ഥലമില്ലല്ലോ. എയർപോർട്ട് സ്ഥലം ഞാൻ തരാം, എനിക്ക് നീ ഉണ്ടാക്കാൻ റെഡിയാണെന്ന് ചോദിച്ചാൽ സ്ഥലം എന്നാ പിന്നെ സ്ഥലം നോക്ക് സഖാവ് എന്ന് പറഞ്ഞു. സഖാവിനായിരുന്നു കണ്ണൂർ ഒരു വിമാനത്താവളം വരണമെന്ന് ആഗ്രഹം. അതന്ന് അവരെല്ലാം പ്രസംഗിച്ചിന്. ഇയാൾ ഇബ്രാഹിം മുഴുവൻ സഖാവിനെ പറ്റിയാ പ്രസംഗിച്ചത്. സഖാവ് വന്ന് ഇതിന് തുടക്കൂട്ടില്ലെങ്കിൽ ഇത് ഇന്നുണ്ടാവില്ല. അങ്ങനെ സഖാവാണ് നമുക്ക് ഇടവേണം. ശമ്പളം കിട്ടിയാല് ടീച്ചർക്ക് പകുതിയെ തരുള്ളായിരുന്നു. എന്നിട്ട് പറയായിരുന്നു ശാരദ പിന്നെ ഇതുകൊണ്ട് നമ്മൾ ജീവിച്ച് പഠിക്കണം. രണ്ടാമത് വയറാന്ന് ക്ലിഫേഴ്സിൽ താമസിച്ച് ആ മേലെ സോഫയിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, ശാരദേ നീ ഇത് കണ്ടിട്ടൊന്നും ഭ്രമിക്കണ്ട. നീ കല്യാശ്ശേരി എങ്ങനെയാ ജീവിച്ചനി അതേമാതിരി തന്നെ ഇവിടെയും ജീവിച്ചാൽ മതി. കല്യാശ്ശേരി ഉപ്പും പറങ്ങിയും കൂട്ടിയിട്ടാ കഴിച്ചില്ലെങ്കിൽ അതേമാതിരി തന്നെ മുഖ്യമന്ത്രിന്റെ അതേമാതിരി. അതാ നീ കല്യാശ്ശേരി എങ്ങനെയാ ജീവിച്ചിന് അതുപോലെ ഞാൻ കല്യാശ്ശേരി സുഖമായിട്ട് തന്നെയാ ജീവിച്ചത്. അതുകൊണ്ട് നീ അതിൽ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കേണ്ട മുഖ്യമന്ത്രിയാന്ന് വെച്ചത്. നമുക്കതിന് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കൈക്കൂലി വാങ്ങേണ്ടി വരും. അതിനൊന്നും നീ ഇടവരുത്താൻ പാടില്ല. നമ്മൾക്ക് കിട്ടുന്ന ആ ശമ്പളത്തോടെ. എന്നാൽ അന്നൊന്നും ഇത്ര പൈസ ഇല്ല. ഇപ്പം എത്രയാ മന്ത്രിമാർക്കെല്ലാം പൈസ. ഞാൻ അതാ വിചാരിക്കുന്നത്. എന്നിട്ട് ആദ്യം ഇവർക്ക് പാർട്ടി ലഭ്യ കൊടുക്കണല്ല മാസം. അതവിടെ കൊടുത്തിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ. അത് ഏത് കാലത്തും പെൻഷനായ കാലത്ത് വരെ അത് കൊടുത്തിട്ടേ വാരി ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. നീ എങ്ങനെ കല്യാശ്ശേരി ജീവിച്ചു അതുപോലെ നമുക്ക് ജീവിച്ചാൽ മതി. ശരി, നിങ്ങൾക്ക് മനുഷ്യന്മാരുടെ എങ്ങനെയൊക്കെ വേണ്ട. ഒരു മത്സ്യം വാങ്ങണ്ടെങ്കിൽ എത്ര പൈസ വേണം അല്ലേ? അങ്ങനെ മത്സ്യമില്ലാണ്ട് ഒറ്റ ദിവസം ഭക്ഷണം കഴിക്കില്ലല്ലോ. അപ്പൊ എന്ത് പറഞ്ഞു? പിന്നെ ചിരിച്ചു. അത് ഇതെല്ലാം എന്നെ ഓർമ്മിപ്പിക്കാൻ പറയുന്നതാണ്. എനിക്ക് കുറച്ചധികാന്നല്ല. ജീവിതത്തിന് ഒരു ചിട്ട ഉണ്ടായിരുന്നു. എല്ലായിട്ടും രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എണീറ്റാ നടന്നു 5:30 വരെ.
5 മണിക്ക് എഴുന്നേറ്റ് ഒരു ചായയും കുടിച്ച് നടന്നു. 5:30 വരെയാണേ ഞാനും ഉണ്ടാകും നടക്കുന്നു. പിന്നെ 5:30 വരെ പിന്നെ നടന്നു വരുമ്പോൾ കൃഷ്ണ ചായ അതും കുടിച്ച് അപ്പോഴേക്ക് പത്രം ഉണ്ടാവും അവിടെ ഇങ്ങനെ കൊണ്ടപ്പോല ഇത്ര അട്ടിയിലെല്ലാം എഴുതുന്ന സുദിനം വരെ ഉണ്ടാവില്ലേ, ഇറങ്ങുന്ന എല്ലാ പത്രവും 5 മണിക്ക് നടന്ന 5:30 കഴിഞ്ഞ് വന്ന് ചായ എടുക്കുമ്പോഴേക്ക് ഈ പത്രം എത്തും. എന്നിട്ട് ഇങ്ങനെ നോക്കും ഓരോന്ന് ഇങ്ങനെ പൊക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ അന്നേരം വാര്യ വിളിച്ചു. അന്നേരം എന്താ വാര്യെന്ന് നമുക്ക് ആ പത്രം കിട്ടി. അന്നേരം വാര്യ പറയും അത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവില്ലേ സഖാവേ. അങ്ങനെ പറയാം. അതെല്ലാം ചിട്ടിയാണ്. സഖാവ് വായിക്കുന്നതിന് മുമ്പേ ഇനി എന്ത് കരുണാകരൻ മുഖ്യമന്ത്രി ആയാലും ആള് വന്ന് ആ പത്രം തൊടാൻ പാടില്ല. ഒരു പ്രാവശ്യം ദേശാഭിമാനി ഇങ്ങനെ സഖാവ് അത് വായിച്ച് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അത് മേശൻ്റെ ഉള്ളിലേക്ക് വെക്കും കേട്ടോ ആ പത്രം. അത് ഉച്ചക്ക് വന്ന് ഊണ് കഴിച്ചിട്ട് അവൻ കുറച്ച് ടൈമില്ലേ 2 മണിക്കേ കിടക്കുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ആ പത്രം വായിക്കുക. പിന്നെ അതിലിടയ്ക്ക് ഞാനെന്ത് ചെയ്യുന്നറിയാം, സഖാവ് പോയ ഉടനെ ആ റൂമിൽ കയറി ഞാൻ വായിക്കേണ്ടതെല്ലാം വായിച്ചിട്ടുണ്ടാകും. ഒരു സെന്നോട് ഇതിൻ്റെ ഇത് കണ്ണൂർ ദേശാഭിമാനി ഉണ്ടായാണ്. പിന്നെ അയാൾ നമ്മൾ തിരുവനന്തപുരത്ത് വന്നേരം എന്നെ കാണാൻ വന്നു. ഇന്നത്തെ ദേശാഭിമാനി കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ദേശാഭിമാനി ഇട്ടെങ്കിൽ സഖാവ് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വന്നത് ആ വായിച്ചു തീർന്നിട്ടാകുമ്പോൾ അത് പുറത്തിട്ടാലേ നമുക്ക് എടുത്തുവിടും. അപ്പം ഞാനെല്ലാം വായിച്ചിട്ടുണ്ടാവും. ഞാനത് വായിച്ചിട്ട് ആ മേശയിൽ തന്നെ വെക്കും. അത് പിന്നെ അയാൾ പറഞ്ഞു എന്നാൽ പിന്നെ ടീച്ചർക്ക് ഇനി ഒരു പ്രത്യേകമായിട്ടൊരു പേപ്പർ ഇടാം ദേശാഭിമാനി. പിറ്റേന്ന് മുതൽ എനിക്ക് പത്രം ഇട്ടു. ഒരു ദിവസം സഖാവിൻ്റെ കൂട്ടത്തിൽ ആ പത്രം ഇതെന്താ 2 ദേശാഭിമാനി. ഞാൻ അത് എനക്കാന്ന് ഒരു ദേശാഭിമാനി. ദേശാഭിമാനി അല്ലേ ആദ്യം തന്നെ വായിക്കും. ആദ്യം ദേശാഭിമാനി എടുക്കുക. ടീച്ചർക്ക് വേണ്ടി സഖാവ് എപ്പോഴെങ്കിലും സമയം കണ്ടെത്തിയിട്ടുണ്ടോ? എന്തിനീ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ടല്ല. ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ കാലിന് ഒരു ആണി തറച്ചു ഒരു ഇത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അതും കൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് അങ്ങോട്ട് പോകണം തിരുവനന്തപുരത്തേക്ക്. അപ്പം അത് ഇങ്ങനെ ആണി തറച്ചു എന്ന് പറഞ്ഞിട്ട് അന്നേരം ഒന്നും ചെയ്തില്ല. നമ്മൾ ആണി തറച്ചാൽ പെട്ടെന്ന് എടുക്കണ്ടേ ഇഞ്ചക്ഷൻ, ഒന്നും എടുത്തില്ല. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയല്ല. തിരുവനന്തപുരത്തേക്ക് പോയിട്ട് അതിൻ്റെ പിറ്റേന്നും ഉണ്ടായില്ല. എൻ്റെ ദൈവമേ 3-ാമത്തെ ദിവസമാകുമ്പം എനക്കങ്ങ് പനിയും ഛർദി എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഛർദിയില്ല. സഖാവ് ഊണ് കഴിക്കാൻ വന്നിട്ട് ഉച്ചക്ക് ഊണും കഴിച്ചിട്ട് ആ മുറി സഖാവിൻ്റെ ഇന്ന് വായിക്കുന്ന ബെഡ്റൂമിലാണ് സഖാവ് വായിക്കുന്ന റൂം. അതിൻ്റെ തൊട്ടിപ്പത്തുണ്ട് റൂം. അതിൻ്റെ അതാണ് ഞാൻ കിടന്നത്. ഈ ഛർദിക്കുന്നതല്ലേ. എന്നിട്ട് ഉച്ചക്ക് ഞാൻ കിടക്കുന്നത് ഈ ശാരദയുടെ പോയി ചോദിച്ചു. അന്നേരം കൃഷ്ണൻ പറഞ്ഞു ടീച്ചർക്ക് പിന്നെ ഇത് ഭയങ്കര പനിയെന്ന് പറഞ്ഞു. എന്താ പനിക്കാന്ന് ചോദിച്ചു. അന്നേരം അവൻ അറിയില്ല എന്താന്ന്. അപ്പോൾ വാര്യർ വന്നു. വാര്യരെ ശാരദയെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ മുറിയിലുണ്ട് ഞാൻ കിടക്കുന്നത്. വാര്യരും വന്നിട്ട് പറഞ്ഞു ടീച്ചർക്ക് ഭയങ്കര മീറ്റിംഗ് പിന്നെ ഭയങ്കര പനിയുണ്ട്, എന്താ കാരണം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആണി ഇങ്ങനെ തറച്ചിന് നാട്ടിൽ പോയതാന്ന്. എൻ്റെ ഈ ഛർദി ഒരു വിധത്തിനും നിൽക്കുന്നില്ല. ഡോക്ടറെ കൊണ്ടുവരണോ ചോദിച്ചാലും വാര് പറഞ്ഞു ഡോക്ടർ വേണ്ടാന്ന്. പിന്നെ പറഞ്ഞു എന്നാൽ പിന്നെ കൊണ്ടാന്ന്. എന്നിട്ട് ഡോക്ടർ വന്ന് പെട്ടെന്ന് എത്തിയല്ല ഡോക്ടർ, ഒരു 5 മിനിറ്റ് ഇടയ്ക്ക് ഡോക്ടർ എത്തിന്. ഡോക്ടർ വന്ന് നോക്കിയാലും പറഞ്ഞു ഇത് പിന്നെ ഇതാണ്, അത് ആണി കൊണ്ടേണ്ടതാണ്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എന്തൊരു മരുന്ന് തന്നു. അത് കഴിച്ചേ എനിക്ക് കണ്ണ് തുറക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ആരെയും കാണുന്നില്ല. കിടന്ന് സഖാവ് ഒരൊറ്റയിരിപ്പ്. ആ 2 മണിക്കൂർ എനിക്ക് മാത്രം നോക്കി ഞാൻ ഇത് എഴുതിനി വായിച്ചില്ല. ആ 2 മണിക്കൂർ എൻ്റെ ജീവിതത്തിൽ ആകെ എനിക്ക് വേണ്ടി ഒരു സമയം. എന്നിട്ട് എന്നോട് വാര് വന്നു സഖാവ് ഇതുവരെ ഞാൻ ഇങ്ങനെ ഇമോഷനായിട്ട് കണ്ടില്ല, ഭയങ്കര കണ്ണെന്നെല്ലാം വെള്ളം വന്നു. ഞാൻ കിടന്നാൽ പിന്നെ തീർന്നില്ലല്ലോ. യാത്രകളൊക്കെ പോയി വരുമ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരും? സമ്മാനം തന്നെ, ഒരു സമ്മാനം. എടാ ഞാൻ സഖാവിന് കാശ്മീർ പോകുന്നു എടാ സഖാവ്. അപ്പം ഞാൻ പറഞ്ഞു കാശ്മീർ എനിക്കും കാണണം എന്ന് വെച്ചാൽ കാശ്മീരെല്ലാം നല്ല ഇതല്ലേ, പൂക്കള സ്ഥലമല്ലേ. അപ്പോൾ അത് കാണണമെന്നുണ്ട്. എന്നോട് ശാരദ അവിടെ കാണാനൊന്നുമില്ല, ഇങ്ങനെ എല്ലാവരോടും അറിയാം അവിടെ കാണാനൊന്നും ഇല്ല ശാരദ. ഞാൻ അവിടെ കാണാനില്ല. പിന്നെ ഈ എത്ര ആൾ പോകുന്നുണ്ട് കാശ്മീരിൽ, അതിനെ കാണാനില്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലേ. 2ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞേ പോകുമ്പം പിന്നെ നമ്മളെ പ്രൈവറ്റ് സെക്രട്ടറി കൂടി ഉണ്ടല്ലോ വലിയതുണ്ട്, അയാൾ നല്ല ആളാണ്. എന്നിട്ട് അയാളോട് ഞാൻ പറയാം എന്നാൽ പിന്നെ ഒരു സാരി വാങ്ങണേ അവിടുന്ന്, അതായത് ഇപ്രാവശ്യം കൂട്ടുന്നില്ല, എന്നാലും സാരി വാങ്ങണേ കാശ്മീർ സാരി.
അന്നേരം ഇയാള് ഇയാൾ മുരളീധരൻ നായർ പറഞ്ഞു ഒരു ഇവരെ ഇതെല്ലാം കഴിഞ്ഞേരം ഞാനൊന്ന് പുറത്തു പോയി വരട്ടെ സഖാവേന്ന്. എന്നാൽ എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും കുട്ടിയൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങണം. എന്നാൽ പിന്നെ ഷായതൊക്കെ ഒരു സാരി വാങ്ങിക്കോന്നു. മുരളീധരൻ നായർ വാങ്ങി ഇത്ര പൈസ ചോദിച്ചു ഉടനെ ആ പൈസ അങ്ങ് എടുത്തു കൊടുത്തു. ഒരാളും വാങ്ങൂലല്ലോ, അതല്ലേ. അതുകൊണ്ടായിരിക്കും സഖാവിനോട് ജനങ്ങൾക്ക് ഇത്രയും. അതന്നെയല്ലേ ജനങ്ങൾക്ക് ഇത്ര. ഒരു കൈക്കൂലി എന്ന് പറയുന്ന സഖാവിനെ പറ്റി അപ്പം കേട്ടിട്ടുണ്ടാ? ഒരു മുട്ടായി പെട്ടി വാങ്ങൂല ഒരാളോട്. അതല്ലേ. ഈ ഡയറിനകത്തെ കുട്ടികളുടെ ജനനത്തീയതി കുറിച്ച് വെക്കില്ലായിരുന്നോ? അത് ഓർമ്മിച്ചിട്ട് ബർത്ത്ഡേക്കൊക്കെ വിഷയായിരുന്നോ? വിഷയില്ല, അത് എല്ലാം. അതാണ് ഒരു സഖാവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ, അന്നൊന്നും നമുക്ക് ഫോണില്ലല്ലോ. സൂര്യൊന്നും ജനിക്കുമ്പോൾ സൂര്യ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെറ്റർ അയച്ചിട്ട് വേണം അറിയാൻ. അന്ന് ഫോൺ എത്തിയില്ല നമ്മുടെ നാട്ടിലൊന്നും. മൈ ഫാമിലി എന്ന് പറഞ്ഞിട്ട് എല്ലാ കൊല്ലത്തെയും ഡയറി വാങ്ങിയാൽ ആദ്യം തന്നെ ചെറിയ ഡയറി, പോക്കറ്റ് ഡയറിയാണേ, മറ്റേതല്ല, പോക്കറ്റ് ഡയറിയിൽ മൈ ഫാമിലി, എന്നിട്ട് സുധ ജനിച്ച സമയം, മൈ ഫസ്റ്റ് ചൈൽഡ് ബോൺ എന്നല്ല വേല എഴുതി സമയം ഇത്ര 2 മണിക്ക്. അത് സഖാവിനെ എപ്പറഞ്ഞു ആ സമയം ഞാൻ വിളിച്ച് പറഞ്ഞ് അല്ല, സഖാവ് അവിടെ എപ്പോഴാണ് അറിഞ്ഞത് ആ സമയം. എന്നിട്ട് സഖാവ് എപ്പോഴാ വന്ന് കുട്ടീനെ കണ്ടത് ആ സമയം. എല്ലാ മക്കളും എഴുതി വെച്ചു. എല്ലാം. പിന്നെ ഫോൺ വന്നു, ഉഷയെല്ലാവിടേക്ക് ഫോൺ വന്നു, സുധേൻ്റെത് അങ്ങനെ. പിന്നെ കണ്ട സമയം നമ്മളിപ്പോൾ ഒരു ഞാനെല്ലാം എന്തെങ്കിലും കുട്ടികൾ നോക്കണമെങ്കിൽ സഖാവിൻ്റെ ഇത് എടുത്തിട്ടാണ് നോക്കുക. എത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതും. അതപ്പം ഡയറി മാറുമ്പം അടുത്ത ഡയറിയിൽ എഴുതും. അടുത്ത ഡയറി ആദ്യം അതാ എഴുതുക, മൈ ഫാമിലി. എന്നിട്ട് അന്നേരം ഞാൻ എവിടെയാ പരിപാടിക്ക്, ആ പരിപാടിയിൽ ഇത്ര മണിക്കാണ് ഞാൻ അറിഞ്ഞത്, പിന്നെ ഞാൻ വന്ന് കണ്ടത് കുട്ടീനെ, അത് വരെ എഴുതും. സഖാവിന് ഈ വളർത്തു നായകളോട് വലിയ കൂടുതൽ ഇഷ്ടമാണ്. എപ്പം അത് പണ്ടേ ഇവരെ വീട്ടിൽ സാധാരണ അന്നൊന്നും ഇങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ നാടൻ നായ്ക്കള്, നല്ല നായ്ക്കളെ വാങ്ങിയിട്ട് വളർത്തും ഇവർ. അന്നേരെ നായില്ലാത്തൊരു വീടല്ല എന്നാ പറയാ സാവ്. ഇപ്പം പറയല്ല നായില്ലാത്തൊരു വീടാണോ, നായി വേണം, അതാ അവരെ. തിരുവനന്തപുരത്ത് താമസിച്ചപ്പോഴും അവിടെയും അയ്യോ അവിടെ 3 ഒന്ന് ഒരു പോമറേനിയൻ, പിന്നെ ടൈഗർ ഒരു ഇതില്ലേ, എന്താണ് അതിന് പേര് പറയാ, അത് ഗൗരിയമ്മ കൊടുത്തത് അതിന് പേരിട്ടത്. കുട്ടികളോട് ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചിട്ടില്ല, നായകൾക്ക് ഭക്ഷണം കൊടുത്തോന്ന്. കേറി വരുമ്പോ തന്നെ ഇവൻ ഈ പോമറേനിയല്ലേ, രാജു എന്നാവിന് പേര്, അതിങ്ങനെ നോക്കിയിട്ട് അവന്റെ ശ്രദ്ധ എന്താന്ന് വെച്ചാല് ഞാനുണ്ടാകും താഴത്തെ ബെഡ്റൂമിന്റെ കട്ടിലിന്റെ മേലെ കിടക്കും. അപ്പൊ ഇവൻ അതിന്റെ അടിക്കാ കിടക്കുക, ഇങ്ങനെ വെറുതെ. സഖാവ് വന്നാലേ ഊണ് കഴിക്കുള്ളൂ ഞാൻ. എന്നിട്ട് ഞാനിങ്ങനെ കിടക്കുന്ന ഇവനും അതിൻ്റെ അടി, ഇവൻ ഭക്ഷണം എല്ലാം കഴിച്ച് വന്നിട്ട് അടി കിടക്കുന്നുണ്ടാവുക. എന്നിട്ട് ഈ ഒച്ച അങ്ങ് എവിടുന്നാന്നറിയാം, ഈ ക്ലിഫേഴ്സിന്റെ മുമ്പിൽ ഏതാണ്ട് ഒരു ഇതെല്ലാം ഉള്ള സ്ഥലം, അവിടെ എത്തുമ്പോൾ ഓണടിക്കുമ്പം ഇവൻ ഇവിടുന്ന് എണീറ്റ് ശരം വിട്ട പോലെ പോവും. അപ്പോൾ നമ്മളെ അവിടുന്ന് ഗേറ്റ് കടന്നിട്ട് ഇങ്ങ് വരാനും കുറച്ച് ദൂരം ഉണ്ടല്ലോ. എൻ്റെ അമ്മ, ഇവൻ ദേവസ്വം ജംഗ്ഷനെ ഇവൻ കേൾക്കൂത് ഒച്ച, ഈ വണ്ടീൻ്റെ ഓണടിക്കുന്നത്. എന്നിട്ട് ഇവൻ പോയി അവിടുന്ന് ഞാൻ പറയും വാരിപ്പം മുറിഞ്ഞ് വീഴുന്നു, വാരാട്ടിയാട്ട്. ഇതിന് എന്താണെന്ന് ചോദിക്കും, എനിക്ക് ചോറൊന്നും കിട്ടിയിട്ടില്ലേ, എനിക്ക് കൃഷ്ണൻ ചോറ് തന്നിട്ടില്ലേ എന്നെല്ലാം ചോദിക്കും. എന്നിട്ട് അതിങ്ങനെ മേല് കയറിയിട്ട് എന്നാലും സഹായമൊന്നുമില്ല, മേല് കയറി നീ അങ്ങോട്ട് മാറുന്നൊന്നും പറയില്ല. ഇതിങ്ങനെ ഇങ്ങോട്ട് കയറി കളിക്കുന്നുണ്ടാവും. അല്ലെ വൈകുന്നേരം കൊടുക്കേണ്ട ഡ്രസ്സല്ലേ, എന്നാലും ഒന്നും ചളിയൊന്നാവില്ല, നല്ലോണം നോക്കുന്നതല്ലേ. അങ്ങ് ഭയങ്കര എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെയല്ല ഇഷ്ടം. ഞാൻ പറയാം നമ്മളെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല കൃഷ്ണ, സ്നേഹിക്കുന്ന ഒറ്റ ഒരാളെയാണ്. സഖാവ് വായിക്കുന്ന റൂമുണ്ടല്ലോ, അവിടെ പോയാൽ ഇവൻ മേശിൻ്റെ അടിക്ക് പോയി അവിടെ കിടക്കും. എന്നിട്ട് ഇവൻ്റെ പുറത്ത് കാലും വെച്ചിട്ടാണ് സഖാവ് വായിച്ച് കഴിയുന്നവരെ ഇവൻ അവിടെ കിടന്ന് ഇവൻ്റെ കാല്. എന്തിഷ്ടാന്നറിയത്. അങ്ങനെ ഞങ്ങൾ അന്ന് ലാസ്റ്റ്ലി ഡൽഹിക്ക് പോകുമ്പോൾ പിന്നെ അന്നേരം ഇവനാണ് ഡാഷാണ് അന്നേരം ഉള്ളത്. ഫ്ലാറ്റല്ലേ അവിടെ, അങ്ങനെ വലിയ പട്ടീനൊന്നും മറ്റ്
ഈ ഇവിടെയെല്ലാം 3 പട്ടികളായിരുന്നു. ക്ലിഫ് ഹൗസിലുള്ളപ്പോ ക്ലിഫ് ഹൗസിൽ വലിയ അതിന് പ്രത്യേകമായിട്ട് എല്ലാം ഉണ്ടാക്കുമല്ലോ ഇതിന് വലിയ വീട് പോലെ ഉണ്ട്. എന്നിട്ട് പിന്നെ ഈടെ ഫ്ലാറ്റ് ആയതിനു ശേഷം ഒരു ഡാഷ് മാത്രം. എന്നിട്ട് കഴിയാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ പുറത്തായി ഇവനെ കിട്ടുക. ആളെ പോയി എന്താടാന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ തടിയന് കൊടുത്ത് ഇങ്ങനെ കൊടുത്തു. എന്നിട്ടാണ് പോയി രാവിലെ മുഴുവൻ മേശേൻ്റെ അടിക്കായിരുന്നു. അങ്ങനെയാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നോക്കുന്ന ആളെയൊന്നും അല്ല ഇഷ്ടം. ഞാൻ പറയാം നിങ്ങൾക്കൊന്നും ഒന്നും തന്നിട്ട് കാര്യമില്ല. എന്നടാ പിന്നെ ഇത് കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം, എന്നാലും നിങ്ങൾ എപ്പെങ്കിലും ഒരു ദിവസം അങ്ങനെ ചോദിക്കൂലേ കുട്ടികളെല്ലാം ഭക്ഷണം കഴിച്ചോ ശാരദയെന്ന്, നിങ്ങൾ എപ്പെങ്കിലും ചോദിച്ചിനെ. അതെന്തിനാ ഞാൻ ചോദിക്കുന്നത്? അവർക്ക് വായില്ലേ ചോദിച്ച് വാങ്ങാൻ. ഇവനതില്ലല്ലോ, അതാണ് അതിൻ്റെ ലക്ഷ്യം. ഇവന് ചോദിക്കാൻ കഴിയില്ല, പറയാൻ കഴിയില്ല, അപ്പൊ നമ്മൾ കൊടുക്കണ്ടേ? അതാണ് ചോദിക്കുന്നത്. കുട്ടികൾ ഒരിക്കൽ പോലും മടി കയറി കളിച്ചിട്ടുണ്ടാവില്ല അല്ലേ? മടി കുട്ടിയിലെങ്ങാനും ഒരിക്കൽ ഇരുന്നിട്ട് കളിച്ചിട്ടോന്ന് പറയാമെങ്കില ചെറുപ്രായത്തിൽ ഈ നടക്കുന്നതിന് മുമ്പില് നടന്നാ പിന്നെ ഇല്ല, പിന്നെ എടുത്ത് നടക്കാനൊന്നും പറ്റൂല. ഞാൻ നോക്കിയിട്ടുണ്ട്. അത് എടുത്താൽ നമുക്ക് പേടിയാവും. എടുത്താൽ വീണ് പോകുമെന്ന് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കുകയില്ല. ഇങ്ങനെ ഇവര് ഇരുത്തിയാലൊന്നും അവിടുന്ന് സർക്കസ് കളിക്കുമല്ലോ കുട്ടികൾ. അന്ന് അതെല്ലാം എനിക്ക് പേടിയാണ്. ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അതൊന്നും പറ്റൂല സഖാവിന്. അതാണ് സമയമില്ല. എൻ്റെ സമയത്തും കഴിഞ്ഞു എന്ന് പറയാം. ഒരു ലേശം നേരം കുട്ടികളെ നോക്കി കളിച്ച് എല്ലാം കഴിഞ്ഞാൽ പറഞ്ഞേ അയ്യോ എൻ്റെ സമയമെല്ലാം പോയി. അങ്ങനെയാണ് ഇപ്പ. പിന്നെ ഒരിക്കലൊരു ജീപ്പ് മറിഞ്ഞിട്ടൊരു അപകടം പറ്റിയില്ലേ? രക്ഷപ്പെട്ടത് ആ ഇലക്ഷനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവരൊരു പോയി നോക്കുമല്ല എല്ലാ വീട്ടിലും എന്തായി എന്നുള്ള, എങ്ങനെയുണ്ട്, എത്ര ശതമാനം വോട്ടുണ്ട് എന്നല്ല. ജീപ്പ് ഓടിക്കാനും കാർ ഓടിക്കാനെല്ലാം അറിയാം. എന്നിട്ട് ചോദിച്ചു എന്നാൽ പിന്നെ ഞാൻ തന്നെ ഒന്ന് ഓടിക്കട്ടെ എന്ന് ചോദിച്ചു. ഇത് കയറ്റം കയറുമ്പം കുറച്ച് കയറുമ്പോൾ ഞാൻ താഴത്ത് വീണോണ്ട് ഇഷ്ടപ്പെട്ടു. വരികയാണെങ്കിൽ എന്നിട്ട് കയറുമ്പോൾ അതിൻ്റെ കൂടെ സഖാക്കളാണ്. ഇവര് മൂത്തുതോറും കയറി നോക്കുന്നതല്ലേ. അപ്പൊ ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ, കുറെ കാലമായി ഓടിക്കാത്തത് ഒന്നും വണ്ടി, ലൈസൻസ് എല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് ഓടിച്ചതാണ്. അന്നേരം വീണത് ചിറ്റാരിക്കൽ പുഴയിൽ കുത്തനെ വീണു. എന്നിട്ട് പിന്നെ അതുകൊണ്ട് പിന്നെ പുഴയിൽ നന്നായി. ഉടനെ അതിന് പാലം വന്നു. ഉടനെ മന്ത്രിസഭയിൽ തന്നെ പാലം ശരിയായി കൊടുത്തു. ഇതായി. പിന്നെ സഖാവ് എന്നിട്ട് അന്നേരം തന്നെ ആടുന്ന് തന്നെ ചീന്തി കളഞ്ഞു ഈ ലൈസൻസ് ബുക്ക്. ഡ്രൈവിംഗ് ലൈസൻസ് ബുക്ക് വേണ്ടേ, ആ ബുക്ക് കറക്റ്റ് ചീന്തൽ ഇനി ഓടിക്കൂല. ആ സമയത്താണ് കുറച്ചു കാലം ടീച്ചറെ കൂടെ ഒരു ഉണ്ടായതല്ലേ? മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞങ്ങൾ ഒരു കുടുംബമായിട്ട് താമസിക്കുന്നു. മറ്റ് ഞങ്ങൾ കല്യാശ്ശേരി, അത് ഞാൻ എൻ്റെ വീട്ടില് ഈ കുട്ടികളെല്ലാം നോക്കണം. എനിക്ക് അങ്ങനെ സ്കൂൾ പോകേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ, ഏച്ചിൻ്റെ മോള് അവരെല്ലാം നോക്കുമല്ലോ കുട്ടികളാ. അങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടുകുടുംബം, നല്ല സ്നേഹമാണ്. അന്നും അതെ ഇന്നും അതെ സ്നേഹം. രാഷ്ട്രീയക്കാരാവുമ്പം അവരും വിവാദത്തിൽ പെടും, ഒപ്പം തന്നെ കുടുംബവും വിവാദങ്ങളിൽ പെടല്ലോ. ടീച്ചറും പലതവണയും പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊക്കെ ടീച്ചർ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിന്? അല്ല, പക്ഷേ നമ്മളെ സഖാവിനെ കൊണ്ട് എനിക്ക് അത്ര വേണ്ടി വന്നില്ല. വലിയ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല. സഖാവ് ഒന്നിനും കൈക്കൂലി വാങ്ങുന്നില്ല, അതല്ലേ ഒന്നാമത്. അല്ല, ടീച്ചർ ചെയ്യുന്ന പല കാര്യങ്ങളും പലപ്പോഴും വിമർശിക്കപ്പെട്ടിരുന്നല്ലോ. വീടിന് പാല് കാച്ചൽ നടത്തിയപ്പം, കുട്ടികൾക്ക് ചോറൂണ് നടത്തിയപ്പം ഒക്കെ ഒരു തരം മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഒക്കെ വിമർശിക്കപ്പെട്ടിരുന്നു. പിന്നെ ഒരിക്കൽ ഒരു വലിയ വിവാദമായതായിരുന്നു മണിച്ചന്റെ കാറിൽ പോയി എന്ന് പറഞ്ഞിട്ട്. അത് ഇതിനൊക്കെ കൂടെ ഒരു അസംബ്ലിയിൽ റേഡിയോ ചോദിച്ചിന് ഇപ്പം അത് തീർന്ന കാലത്തായി. മണിച്ചിൻ്റെ കാലം എങ്ങനെയാണെന്നറിയാം. സഖാവ് ഇവിടുന്ന് അന്ന് സഖാവിന് വടകര പരിപാടി. അപ്പം ഞങ്ങൾക്ക് കോഴിക്കോട് വാസുവേട്ടൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു അവിടുത്തെ വലിയൊരാളാണ് വാസുവേട്ടൻ. അപ്പം പണ്ടേ സഖാവ് പാർട്ടിയിൽ ഉള്ള സമയത്തേ ഉള്ള സ്നേഹമാണ്. അപ്പം എന്നോട് വാസുവേട്ടൻ്റെ മക്കൾ പറഞ്ഞു, ശാരദയെത്തി പിന്നെ സഖാവിൻ്റെ കൂടെ വന്നാൽ മതി, എന്നാൽ ഞങ്ങൾ കാറും കൊണ്ട് അവിടെ വരാം. ഞാൻ ആ കാറിൽ ഞാനങ്ങ് പോയി. സഖാവ് പരിപാടിക്കും പോയി. പിറ്റേന്ന് അസംബ്ലിയിലല്ലേ പറയുന്നു ടീച്ചർ മണിച്ചൻ്റെ കാറിൽ പോയി. എന്ത് ഞാനെങ്കിൽ ഇതായിപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വിഷമിച്ച ഒരു ഘട്ടം എനിക്ക് ഉണ്ടായില്ല.
മണിച്ചൻ ആര് മണിച്ചൻ, ഏത് മണിച്ചൻ? അന്നേരം തന്നെ സഖാവ് പറഞ്ഞു, ശാരദ പോയത് മണിച്ചൻ്റെ കാറിലല്ല, എൻ്റെ കൂട്ടുകാരൻ വാസു എന്ന് വിളിക്കുക, വാസുവേട്ടൻ്റെ കാറിലാണ് ശാരദ. അവർ ആ കുട്ടികൾ വന്നിട്ട് ശാരദ ആ കാറിൽ അങ്ങോട്ട് പോയത്, ഞാൻ ഒന്നിച്ച് വന്നതാണ്. അതുകൊണ്ട് ഈ ശാരദ ഒറ്റക്ക് പോയതാണെങ്കിൽ പറയാം, സുധാകരൻ്റെ അവനായത് കൊണ്ടുവന്നത്. ഈ രാഷ്ട്രീയ പിന്നെ വിമർശനത്തിന്റെ പേരിൽ ഈ കുടുംബങ്ങളെയൊക്കെ അതിലേക്ക് വലിച്ചഴിക്കുക ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് അത് എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിൽ സാരമില്ല. ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് ശശിനെല്ലാം വിളിച്ചു, ശശി പറഞ്ഞു, ടീച്ചർ നിങ്ങളതിനൊന്നും ബേജാറാണ്ട, നമുക്ക് അതിനെന്തെങ്കിലും നടപടി ഉടനെ എടുക്കാം എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ ഒറ്റ അന്ന് മുഴുവൻ കരച്ചിലാണ്. എന്നിട്ട് നമ്മള് സ്വപ്നത്തിനറിയാത്തൊരു കാര്യം, അത് മണിച്ചൻ്റെ. എതിരാളികൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ മകള്. കൂടുതൽ എതിരാളികൾക്ക് വിമർശിക്കാൻ താല്പര്യം ഇന്നും നമ്മളെ രാഷ്ട്രീയത്തിൽ കാണുന്ന അതന്നെയാണ്. അപ്പൊ നമ്മളെ വിജയകുമാർ അന്നത്തെ സ്പീക്കറായിരുന്നു. അയാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരു സംഭവയില്ല, സഖാവിൻ്റെ കൂടെ പോയതാണ് ടീച്ചർ ഇങ്ങനെ ഇന്ന കാറ് വന്നതാണ്, എല്ലാരും എണീറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ടും കൂടെ ഒരാൾ പറഞ്ഞത് ചെറിയൊരു വിശ്വാസം. പക്ഷെ പത്രം തിരുത്തിയിരുന്നു തോന്നുന്നു. പിന്നെ പത്രം എല്ലാം തിരുത്തിക്കും ഞാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, അത് വായിച്ചിട്ട് ഉടനെ ഞാൻ വിളിച്ച് മാമമ്മേത്തിന് പറഞ്ഞു. ഞാൻ മാമമ്മേത്തിന് വിളിച്ചു, എനിക്കെന്താ പേടിയുണ്ടാ? ഞാൻ മാമമ്മേത്തിന് വിളിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെ ഇന്ന് സാറ് ഇന്നത്തെ പത്രം വായിച്ചു ചോദിച്ചു. എന്താ ഞാനാന്ന് പറഞ്ഞല്ല, എന്താ ടീച്ചറെ? അല്ല ഞാൻ പറഞ്ഞു, അത് ഇന്ന പേജിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്, ഒന്ന് സാറത് എടുത്തിട്ട് വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വായിക്കാമെന്ന് പറഞ്ഞു. വായിച്ച് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വായിച്ചു. എന്നിട്ട് എന്നോട് ഒന്നും ടീച്ചർ പേടിക്കണ്ട, ഞാൻ അതിന് വേണ്ട പണിയെടുത്തോളാം എന്ന് പറഞ്ഞു. പിറ്റേത്തെ ദിവസം നോക്കുമ്പോൾ ഞാനെന്താ പറഞ്ഞാൽ അതേ പേജിൽ അതേ സ്ഥലത്ത് ഇതിനെതിരായിട്ട് സാറ് എഴുതണമെന്ന് അതേപോലെ എഴുതി. അതേപോലെ ഒരു ദിവസം മാതൃഭൂമിയിൽ വന്നിട്ട് അയാൾ വെറുതെ എഴുതുമെന്ന് ഒരു ഇലക്ഷനെ പറ്റിയിട്ട്. എന്നിട്ട് ഞാനെന്ത് ചെയ്തെന്ന് പറയാം, ഉടനെ നമ്മളെ മാതൃഭൂമിൻ്റെ പിന്നെ ചന്ദ്രനെ വിളിച്ചു. ചന്ദ്രൻ പറഞ്ഞു എന്നോട്, ചേച്ചിയെ ഒന്നും വിഷമിക്കേണ്ട, ഞാൻ വായിച്ചു നോക്കട്ടെ, എന്നിട്ട് ചേച്ചീനെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വായിച്ചു നോക്കി എന്നെ വിളിച്ചു. ഒന്നും വിഷമിക്കണ്ട. ഞാൻ ഒന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ ഇതേ സ്ഥലത്ത് ഈ കോളത്തിൽ തന്നെ ഇവിടെ തന്നെ വരണം. അതേപോലെ എഴുതിയിട്ട് അയാൾ എഴുതി. ഞാൻ അന്നേരം അതിനെ പ്രതികരിക്കും. നമ്മൾ ചെയ്തതാണ് നമുക്ക് പ്രതികരിക്കാൻ വിഷമുണ്ടാവും. ചെയ്യാത്ത കുറ്റത്തിന് നമുക്ക് പ്രതികരിക്കാം, നമുക്ക് ധൈര്യസമേതം. അതെല്ലാം ചെറിയാക്കല്ല എന്താ പറയാൻ കഴിയാത്ത അവര് അതിൽ പങ്കുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു പേടിയും കാര്യമെല്ലാം ഉണ്ടാവും. ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റൂല. നമുക്കിത് ശരിക്ക് പച്ചവെള്ളം പോലെയല്ലേ, നമുക്കിത് ശരിക്ക് പ്രതികരിക്കാൻ പറ്റും. സഖാവിന്റെ സന്തത സഹചാരിയായിരുന്നല്ലോ വാര്യരുമായിട്ടുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച്. അത് പറയാനില്ല, എല്ലാം വാര്യർ. എന്നെ കൂടെ വിളിക്കോരൊക്കെ വാര്യരുന്നു. വാര്യർ ഈ ഇങ്ങനെ ഒരാളെ എപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്നു? ആദ്യത്തെ മന്ത്രിസഭയിലേ ഉണ്ട്. 80 മന്ത്രിസഭ കൂട്ടിട്ട് കോട്ടയം പാർട്ടി അയക്കുന്നതല്ലേ, അവിടെ നല്ല സഖാവിനെ നോക്കിയിട്ട് അയക്കുന്നതല്ലേ, സഖാവിന്റെ കൂടെ അന്നേരം ഉള്ള സഖാവ് മരിച്ച് 2 കൊല്ലം കഴിയുമ്പോൾ അയാൾ മരിച്ചു. ഈ സഖാവിന് ഈ പഴയ കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. പണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നത് ഉണ്ടായിരുന്നു, അങ്ങനെയാണ്. അതെല്ലാം ഈ കാറിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇത് പറയാം, വായിക്കാൻ സമയം. കാറിലിരുന്നാലും സഖാവ് വായിക്കുവായ്യ, വായനയല്ലെന്ന് എന്താ എന്നാ വാര്യരെയും ചോദിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങും. അന്നേരം പിന്നെ വാര്യർ പറയാൻ തുടങ്ങും. അത് വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണ് എല്ലാം പറഞ്ഞത്. അതുകൊണ്ട് വലിയ ഇഷ്ടമാണ്. ഏത് ഗസ്റ്റ് ഹൗസിലെത്തിയാലും ആദ്യം പറഞ്ഞ സഖാവിന് ഓലം വേണം. ഓലിനുണ്ടാവും എല്ലായിടത്തും. അങ്ങനെ പിന്നെ അതുകൊണ്ട് വലിയ ഇഷ്ടം. നല്ല ഒരു ആത്മാർത്ഥത മനുഷ്യന് അതല്ലേ വേണ്ട. അതാ ഇത് പ്രൈവറ്റ് സെക്രട്ടറി മുരളീധരനായിരിക്കും അങ്ങനെയാണ്. ഭയങ്കര സ്നേഹം. സഖാവിന് കവിത ചൊല്ലുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അല്ല, കവിത അല്ലെങ്കിൽ വാര്യങ്ങൾക്ക് സഖാവും കൂടിയായില്ല. വാര്യർക്ക് പഴയതെല്ലാം അറിയാം. സഖാവിന് പറയാം. ഞാൻ നിങ്ങളായിരുന്നു അപ്പം ഇങ്ങനെയെല്ലാം പഠിച്ചത് ചോദിക്കുന്നവരെ. അല്ല നിന്നെ പോലെ വെറുതെ ഇരിക്കലല്ലേ. സഖാവിങ്ങനെ ബുക്ക് വായിക്കാൻ സഖാവിന് എല്ലാവർക്കും നോക്കിയാൽ മതി. അന്നേരം അത് തലയിൽ അടുപ്പിടിക്കും. ഒരിക്കൽ നോക്കുകയുണ്ട്.
ടീച്ചർക്ക് കവിത ചൊല്ലി തന്നിട്ടുണ്ടോ? ഓ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ ഈ യാത്രയില്. ഓ ഞാൻ പറയും നിങ്ങൾ ഇടുന്ന അപ്പൊ ഇതെല്ലാം പഠിച്ചു മറ്റേ എനക്ക് കേൾക്കാൻ മറ്റൊന്നും ചൊല്ലി തന്നില്ല. കൂടെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടാളല്ലേ ബാക്കിലുണ്ടാവുക. അപ്പൊ വാര്യര് ഫ്രണ്ടിലല്ലേ ഉണ്ടാവുക. അപ്പൊ വാര്യരും സഖാവും തമ്മിലായി പഴയ കഥകള്, പഴയ തെയ്യങ്ങളെ പറ്റി, മഴയെ പറ്റി എല്ലാം പറഞ്ഞ് അവസാനം ഇത് പഴയലെത്തുക. അതെല്ലാം സഖാവിന്റെ മനസ്സിൽ നമ്മുടെ കുട്ടിക്കാലത്ത് പതിഞ്ഞതാന്ന് തോന്നുന്നു. സഖാവ് ശരിക്കും ജനിച്ചു വളർന്നത് ഒരു ജന്മി കുടുംബത്തിലാണ്. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് പൊതുരംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പൊ ടീച്ചർ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചതിലും ഇങ്ങനെ ഒരു, കാരണം ഒരുപാട് മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ഒളിവ് ജീവിതം, പട്ടിണി, അങ്ങനെയൊക്കെ പിന്നീട് ജീവിച്ച് ഒന്നും പറയില്ല. ഞാൻ നാടിന് വേണ്ടി അതൊരു അഭിമാനമായിട്ടല്ലാണ്ട് സഖാവിന് ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു എന്നുള്ളത് സഖാവിന് ഉണ്ടായിട്ടില്ല. ഞാൻ അന്ന് നിങ്ങൾ ഇങ്ങനെയെല്ലാം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഈ അസുഖങ്ങളെല്ലാം ഞാൻ പറയും. അതേപോലെ തന്നെ സഖാവിന് പ്രസംഗം വലിയ ഹരായിരുന്നു അല്ലെ? രാഷ്ട്രീയ വേദികളിലൊക്കെ തന്നെ പ്രസംഗിക്കുമ്പം രാഷ്ട്രീയത്തിനപ്പുറം തമാശകൾ പറഞ്ഞ ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു, എപ്പോഴെങ്കിലും സഖാവിന്റെ പ്രസംഗം എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ ഇവിടെ എന്താ പറയുന്നത് കോഴിക്കോടിന്റെ അപ്പുറം പേരാമ്പ്ര പ്രസംഗം ഉണ്ടായിരുന്നു സഖാവിന്റെ. എന്നിട്ട് അതാ ലാസ്റ്റ് കേട്ടാ. പിന്നെ എന്നിട്ട് അവരോട് തന്നെ അന്ന് പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങൾ ഇങ്ങനെ വന്ന് പ്രസംഗിക്കാൻ പറ്റും തോന്നില്ല, എനിക്കിങ്ങനെ പല അസുഖങ്ങളും ഇല്ല സഖാവേ ഇനിയും വരണേ, സഖാവ് ഇനിയും വരണേ എന്ന് വിളിച്ച് പറയുന്നു. എൻ്റെ ദൈവം ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല. സഖാവിന് അവിടെ പോയി സ്റ്റേജിൽ ഇരിക്കണ്ടേ. എന്നിട്ട് ഞാനും സഖാവിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. സ്റ്റേജിൽ ഇരിക്കാൻ കഴിയുന്നില്ല. ഈ ജനം എന്ന് പറഞ്ഞാൽ സഖാവ് ഓരോന്ന് പറയുമ്പോൾ കയ്യടിയാന്ന്, ഓരോന്ന് പറയുമ്പോൾ കയ്യടിയാണ്. സഖാവേ ഇനിയും വരണേ, സഖാവേ ഇനിയും വരണേ, ഇതേ ഉള്ളൂ വർത്താനം. പക്ഷെ പിന്നെ പിന്നെ അതന്നെ ലാസ്റ്റ്, ആ ഭാഗത്ത് അതന്നെ ലാസ്റ്റ്. മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടൊരു പോപ്പുലറായ പരിപാടിയല്ലേ അതെല്ലാരും. ഇപ്പൊ എനിക്ക് ഇവിടെ പോയാലും കാണാം, മ്യൂസിയത്ത് പോയാല് അവിടെ ഒരു മുറിയുണ്ടല്ലോ എഴുതി വെച്ചിട്ട്, അവിടെ പോയാൽ നിനക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. അത് അവർ പറയും ഇങ്ങനെ അതിൻ്റെ കടലാസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്നെടുക്കാൻ പറയും. ഞാൻ ഇന്നലെ ചോദിച്ചു, ഞാൻ എല്ലാം നോക്കി സങ്കടമില്ലാത്തൊന്നാ ചോദിച്ചു. സങ്കടമില്ലാതെ കരഞ്ഞു പോകും. ആടെ പ്രസംഗവും ഇതും കേട്ടിട്ട് തന്നെ ഞാൻ കരയായിരുന്നു. എന്നാലും അതിപ്പോഴും കേൾക്കാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറയുന്നത്. എന്തൊക്കെയാ മ്യൂസിയത്തിലുള്ളത്? ഇതന്നെ സഖാവിൻ്റെ ഒരു സഖാവിൻ്റെ ഒരു ഇരുന്നിട്ട് മേശ, അതിൻ്റെ അടുത്ത് സഖാവ് ഒരു കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ, അതിങ്ങനെ കണ്ടാൽ നമ്മളവിടെ പോയി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കണ്ടിട്ട്. എന്താ ഈ ശാരദയെന്ന് വിളിക്കുക, അത് എന്നെ വിളിക്കുന്നുമില്ല, നോക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, ചിരിക്കുന്ന മാതിരിയാണ് നമുക്ക് ആ ഫോട്ടോ കേട്ടാ. അപ്പോൾ നോക്കി ചിരിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എന്താ, ഞാൻ ഒറ്റ കരച്ചില്ല. അന്നേരം അപ്പോഴേക്കും എൻ്റെ നേരെ ബാക്കിൽ കൊടിയേരിയും പിണറായിയും വരുന്നു, വന്ന് അവിടെ നിൽക്കുന്നു. അന്നേരം എന്നോട് ടീച്ചർ കയറിയിട്ട് സഖാവിൻ്റെ ബാക്കിൽ പോയി നിന്നോന്ന് പറഞ്ഞു. കൊടിയേ പിണറായി. ഞാൻ വേഗം അതിൻ്റെ സ്റ്റേജ് ചെറിയ ഇത്ര വരെ ഉള്ളൂ, അതിൻ്റെ മേലെ കയറി ഞാൻ ബാക്കിൽ പോയി നിന്നിരുന്നാണ് എന്നെ നോക്കുന്നുണ്ടാ സഖാവ്. ഇത് സഖാവ്, ജീവനില്ലാത്ത സഖാവല്ലേ. സഖാവിന് പക്ഷെ അമ്മയും പെങ്ങളും മരിച്ച പോലെ തന്നെ ദുഃഖമായിരുന്നു. EMS, AKG, കൃഷ്ണപിള്ളയൊക്കെ മരിച്ചപ്പം വലിയ സങ്കടമായിരുന്നു. എന്തൊരു കരച്ചിലെന്ന് പറയാ. അതെനിക്ക് ഓർമ്മയുണ്ട്, ഈ AKG മരിച്ചപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് AKG കണ്ണൂരല്ലേ കൊണ്ടുവന്നിന്. അന്നേരം ആ വണ്ടിയിൽ വന്ന് അന്ന് രാത്രി അതെല്ലാം കഴിഞ്ഞിടെ വന്നെന്നും എന്തൊരു കരച്ചില്. അങ്ങനെ KPR മരിച്ച ദിവസം കേളുവേട്ടൻ, കോഴിക്കോടിന്റെ കേളുവേട്ടൻ മരിച്ചപ്പോ അന്നേരം അന്ന് പത്രക്കാർ ചോദിച്ചപ്പോ പറഞ്ഞ എനിക്ക് ഒരു ഹൃദയമില്ലേ. അതെ, ഈ പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ പേപ്പറിൽ വരുന്ന വാർത്തകളൊക്കെ കട്ട് ചെയ്ത് രാവിലെ നമുക്ക് ഓരോ ദിവസം പത്രം കിട്ടുമ്പോണ്ടല്ലോ കുറെ ഭാഗങ്ങൾ ഉണ്ടാവില്ല. വിനോദ് പറയും അച്ഛൻ പത്രം വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പത്രം വായിക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് ഒന്നും കിട്ടും, എല്ലാം കട്ട് ചെയ്തെടുത്ത് വെക്കായിരുന്നു. അന്ന് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ പോകുമ്പോ പറയണ്ടേ, ഇത് പൊക്കി കാണിച്ചിട്ടാ പറയാ ഇന്നത്തെ പത്രത്തിൽ ഇങ്ങനെ കൊറേ കാർട്ടൂണുകൾ വരുമായിരുന്നല്ലോ. അത് ഞാൻ ഉണ്ടല്ല കാർട്ടൂൺ ആദ്യം വരും. എനിക്കിത് കാർട്ടൂണിനെ പറ്റി എനിക്ക് വലിയ വിവരമില്ല കേട്ടോ. ഇത് കാർട്ടൂണായിട്ട് തന്നെ കാണണം എന്നുള്ളൊരു വിവരം എനിക്ക് ഉണ്ടായില്ല. അപ്പൊ ഞാനിങ്ങനെ എന്തെന്നാ ഇപ്പൊ ഈ സഖാവിനെ കുറിച്ചിട്ട് ഇങ്ങനെ ദിവസം ഇങ്ങനെ ഇത് വരുന്നു, കാർട്ടൂൺ വരുന്നു.
ഞാൻ ഇത് മുറിച്ച് വെക്കാൻ തുടങ്ങി കേട്ടാ. മുറിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം ഇതേ ഇയാൾ വരുന്നു. കാർട്ടൂണിൻ്റെ ആരാന്ന? യേശുദാസ്. എൻ്റെ ദൈവമേ, യേശുദാസ് മോൻ്റെ കല്യാണം ക്ഷണിക്കാൻ മോനെയും കൂട്ടിയിട്ടാണ് വരുന്നത്. അമ്മോൻ്റെ കല്യാണം ക്ഷണിക്കാൻ മോനെയും കൂട്ടി വന്നേരം യേശുദാസായിട്ട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം സഖാവ് പറഞ്ഞു, പിന്നെ യേശുദാസ് ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ മനോരമയിൽ വരുന്ന കാർട്ടൂണല്ലേ ഇവള് മുറിച്ച് വെക്കുന്നുണ്ട് ശാരദ. അപ്പം ഞാൻ എൻ്റെ ആ ബുക്ക് കൊണ്ട് നോട്ട് ബുക്കിൽ ഞാൻ നോട്ട് ബുക്ക് കൊണ്ട് കാണിച്ചു. ഭയങ്കര സന്തോഷമായി കേട്ടോ, ഞാൻ ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ. അതാണ് സഖാവ് മരിച്ച ഉടനെ ഒരു ബുക്ക് ഇറങ്ങിയില്ലേ അയാൾ, വരകളിലെ നായന. അതാണ് അയാളെ പ്രേരിപ്പിച്ചത്. ഞാനിങ്ങനെ വരകളിലെ നായനാർന്നുണ്ട്. വായിച്ചില്ല ഇത്? നോക്കിയ നല്ല രസല്ലേ. സഖാവ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. എന്റെ ചൈന ഡയറി, ദോഹ ഡയറി, കാൾ മാർക്സ്, പിന്നെ നെഹ്റു ഗാന്ധി ഒരു പഠനം, ഒളിവിലെ ഓർമ്മകൾ, അങ്ങനെ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒളിവിലെ ഓർമ്മകളിൽ ഞാൻ അത്രയും വായിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും അവരിൽ ഒരാളായി കരയാനും ചിരിക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് സഖാവ്. എങ്ങനെയാണ് സഖാവ് ആശുപത്രി കാലത്ത് അതിജീവിച്ചത്? സങ്കടം തന്നെ, എപ്പോഴും സങ്കട സഖാവിന്. ഒന്നും അധികം സംസാരിക്കൂല നമ്മളോടായാലും. ഞാൻ പിന്നെ സഖാവിനെ വേദനിപ്പിക്കേണ്ട വെച്ചിട്ട് ഞാനും അധികം സംസാരിക്കൂല. അപ്പൊ അന്വേഷിക്കായിരുന്നോ ഈ ജനങ്ങളുടെ കാര്യങ്ങളും നിയമസഭയിൽ നടക്കുന്ന? രാവിലെ വർത്താനം പറയാൻ കഴിയെങ്കിൽ നമ്മളെ പിണറായിനെ വിളിച്ചു കൊടുക്കണം ഞാൻ ഫോണിൽ. എൻ്റെ പിണറായിയുടെ എല്ലാ കാര്യങ്ങളും ഒരു കൊച്ചെ തന്നെ ചോദിക്കും. ആരോഗ്യമുള്ളവരെല്ലാം ഇത് ആസ്പത്രിയൊന്നും ഉണ്ടാവില്ല. ആ പിണറായി എന്തായി എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അറിയണം. പിന്നെ അങ്ങ് ഇതായിപ്പോയില്ലേ പാവം. ഒരു 10 ദിവസം ഒരു ബോധവും ഇല്ലാണ്ടായി. പെട്ടെന്നല്ലേ ഇത്. അന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഭക്ഷണം എല്ലാം കൊടുത്ത് കൈയെല്ലാം കയ്യിലോന്ന്, ശാരദ ഇനി നീ നല്ലോണം നീ പോയിട്ട് ഭക്ഷണം കഴിക്കും. അതാ എന്നോട് അവസാനം പറഞ്ഞ വർത്താനം. എനിക്ക് വിചാരിക്കാൻ ഞാൻ ഇങ്ങനെ കൈയെല്ലാം തുടച്ച് ഒന്നും വായിലൊന്നും വെച്ച് കൊടുക്കേണ്ടി വന്നിട്ടേ ഇല്ല. സഖാവ് തന്നെ സ്പൂണുണ്ട് ഒരു കഴിച്ച് കഞ്ഞി എല്ലാം കഴിച്ച്. പിന്നെ മത്സ്യം പിന്നെ അന്നേരം കൊടുക്കൂലല്ലോ നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ. മറ്റു മത്സ്യമില്ലാണ്ട് കഴിക്കൂലല്ലോ. പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദ്യമേയില്ല മത്സ്യത്തിനെ പറ്റി. പിന്നെ അന്ന് കുറച്ച് കഞ്ഞിയെല്ലാം കുടിച്ച് മതി, എനിക്ക് നല്ല വയറ് ഇത് ഫുള്ളായി, മതി, ഇനി നീ പോയി നല്ലോണം കഴിക്കും എന്നോട് അവസാനമായിട്ട് നല്ലോണം കഴിക്കും. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് പത്രക്കാര് വന്നപ്പം പത്രക്കാരോട് ഒരു യാത്ര പറച്ചിലുണ്ടായിരുന്നു അല്ലേ? പത്രക്കാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം താങ്ക് യു ഓൾ എന്ന് പറഞ്ഞിങ്ങനെ 3 പ്രാവശ്യം. അതെ അതെ അതെ, 3 പ്രാവശ്യം. പിന്നെ ഞങ്ങൾ ഒന്നിച്ചങ്ങ് പോയില്ലേ കാറിൽ കയറിയിട്ട്. സഖാവിന്റെ അവസാന യാത്രയില് സഖാവിന്റെ നെഞ്ചില് ഒരു ദേശാഭിമാനി പത്രം വെച്ചിരുന്നു. അത് ആഗ്രഹമായിരുന്നോ അല്ലെങ്കിൽ? അല്ല, അത് ആഗ്രഹമായിരുന്നു. എന്നോട് പറഞ്ഞു, എൻ്റെ അവസാന നാളില് നീ ഞാൻ വായിച്ച പത്രം എൻ്റെ നെഞ്ചത്ത് വെക്കാം. നീരെടുക്കും കൂടെ ഞാൻ അതൊന്നും വായിച്ചല്ല സഖാവ് പറഞ്ഞത്. എൻ്റെ അവസാന നാളിൽ ഞാൻ വായിച്ചു കഴിഞ്ഞ ആ പത്രം എൻ്റെ നെഞ്ചത്ത് ഉണ്ടായിരിക്കണം. അന്നത്തെ ദിവസം വായിച്ച പത്രമാണോ വെച്ചത്? അന്ന് സഖാവ് വായിച്ച പത്രം ഞാൻ അവിടെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് അവര് ഈ റൂമിൽ കൊണ്ടുപോയിട്ടെല്ലാം ഇതാക്കുമല്ലേ, അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ പത്രം എടുത്ത് തന്നെ വെച്ചു. അത് തന്നെ പിന്നെ ദേഹനം വരെ 3 സംഘം വേണ്ടി വന്നിട്ടില്ലേ അങ്ങനെ. സഖാവിന്റെ ചിതാഭസ്മം കന്യാകുമാരിയിൽ കൊണ്ടുപോയി ഒഴുക്കുകയായിരുന്നല്ലോ. അതും പക്ഷെ ഒരു വിവാദമായിരുന്നു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചിതാഭസ്മം. അതിന് അന്നേരം തന്നെ പിന്നെ ഇയാള് നല്ല മറുപടി കൊടുത്തു. പിന്നെ ഈ ഒരു ഉമേഷ് എന്ന് പറയുന്ന ഒരുത്തനാണ് എഴുതിന്, ഒരു പ്രായമുള്ള ഒരാള്. അയാൾ എഴുതിയിട്ട് അവസാനം ഞാനിങ്ങനെ പറഞ്ഞു ഇയാളെടുത്ത്, പിന്നെ VS-നോട് ഞാൻ എന്ത് ഉണ്ടെങ്കിലും VS-നോടാ വിളിച്ച് പറയാം. ഇപ്പോൾ VS അത് അന്നേരം VS കൊടിയേരി എല്ലാം ഞാൻ എന്ത് പറഞ്ഞാലും അന്നേരം അയാൾ ഉടനെ ഇയാളെ വിളിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞു കുടുംബത്തിൻ്റെ കുടുംബകാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഇടപെടാൻ പാടില്ല. ടീച്ചറുടെ ആഗ്രഹമായിരുന്നു അത്? എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ ആഗ്രഹം ഇനിയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൊച്ചുമോനോട്, ഇവനോട്, ഈ സംഖ്യയോട്. പിന്നെ ഇതെല്ലാം ഇപ്പം ഇവരെല്ലാം ചെയ്തു ഇവരച്ഛന് വേണ്ടിയിട്ട്. ഇനി അമ്മമ്മ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനാ നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഇതിനിടക്കും കൂടെ ഓർമ്മിപ്പിച്ചേടാ. അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാകും. അത്തരം കർമ്മങ്ങളിലൊക്കെ ടീച്ചർ വിശ്വസിക്കുന്ന? അല്ല, കർമ്മങ്ങളിലല്ല, നമ്മൾ ആ മരിച്ചു കഴിഞ്ഞാൽ നമ്മളത് എവിടെയും ഒഴുക്കണം.
ഈ ജാതകം എടുക്കുമ്പോൾ എന്നോട് കുമാർ എന്ത് പറഞ്ഞു, കുമാർ എന്തുവാ അമ്മയും അച്ഛൻ്റെ ജാതകം അങ്ങനെ ഒഴുക്കിക്കളയാനുള്ളതല്ല അവൻ ഒരു വാക്ക്. അപ്പം ഞാൻ വിചാരിച്ചെന്ത് ഇവനിങ്ങനെ പറയുന്നത്, അപ്പോൾ ഇവർ മോനല്ലേ പറയുന്നു, എന്നാൽ പിന്നെ അത് ഒഴുക്കണ്ട, എന്തുണ്ടായാലും ഞാൻ എൻ്റെ വീട്ടിലല്ലേ സൂക്ഷിക്കുന്നത്, അത് വേറൊരു വീട്ടിലല്ല. അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെ അവിടെ വെച്ച് തിരിച്ച് എന്നിട്ട് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വെച്ചു. ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ടീച്ചറോട് സഖാവ് പറഞ്ഞിരുന്നല്ലോ, ഞാനില്ലെങ്കിലും നിനക്ക് പാർട്ടിയും ജനങ്ങളും ഉണ്ടാവും. ടീച്ചറെ കൂടെ ഉണ്ടോ പാർട്ടിയും ജനങ്ങളും? ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ, ഇല്ലെങ്കിലും ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പാർട്ടിയും ജനങ്ങൾ എന്തായാലും ഉണ്ട്, പാർട്ടി ഇല്ലെങ്കിലും ജനങ്ങളുണ്ട്. അങ്ങനെ രണ്ടും ഉണ്ട് തന്നെ എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിലും പിന്നെ നമുക്ക് ആരും ഒന്നും പറയാൻ പറ്റില്ല. പാർട്ടിയായിട്ടുള്ള ഇപ്പോഴത്തെ ടീച്ചറുടെ ബന്ധം എങ്ങനെയാ? ഞാൻ പാർട്ടിയിലൊന്നും ബന്ധപ്പെടില്ല. പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് തന്നെ എം വി ജയരാജൻ, ഞാൻ എപ്പം വിളിക്കുന്ന എം വി ജയരാജൻ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജയരാജനെ വിളിച്ച് പറയാം, എം വി ജയരാജന. അപ്പം ഇതിനിടയ്ക്ക് എന്നോട് ഞാനിങ്ങനെ ഈ ഇതന്നെ ഇപ്പം നമ്മൾ മ്യൂസിയം ഇങ്ങനെ തുറക്കാത്തതിനെ പറ്റി എപ്പം ജയരാജനോട് പറയും. അപ്പോൾ എന്നോട് ജയരാജൻ പറഞ്ഞു, ടീച്ചർ എന്നാൽ ഇപ്പം ഒന്ന് വന്ന് നോക്ക്, വളരെ നന്നായിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്, സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ, ഞാൻ കൊടുത്തതേ ഉള്ളൂ അവിടെ. പിന്നെ ഈ പ്രസംഗം സഖാവിൻ്റെ ഒച്ച കേൾക്കാം അവിടെ പോയാലും, നല്ല ഇതായിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മീറ്റിംഗ് ഇങ്ങനെ പ്രസംഗിച്ചു കൊടുക്കുന്ന ആളെ കാണിക്കുന്നു ത്രൂ ഔട്ട് അങ്ങനെ. അപ്പോൾ എല്ലാം ഞാൻ ജയരാജനോട് പറയാം. പിണറായി എന്നെ ഒന്നാമത്തെ മന്ത്രിസഭയുടെ അത് കഴിഞ്ഞ് ജയിച്ചെന്ന് അന്ന് പറഞ്ഞു എൻ്റെ എല്ലാ ആശംസകളും ഉണ്ട് ജയിച്ചത്. ഇപ്പോൾ എന്നോട് എല്ലാവരും ജയിക്കണ്ട്, ടീച്ചറെ കാണാൻ പിണറായി വരും. ഞാൻ എന്തിനാ ഇപ്പം പിണറായി അല്ലേ എന്നെ കാണാൻ വരുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് അങ്ങനെ ഇപ്പം പിണറായി വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് എനിക്കൊരു സങ്കടമില്ല. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ കാര്യവും പറയുന്നത് കോടിയേരിയോടാണ്. കോടിയേരി നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും കോടിയേരി അത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ട് കോടിയേരിക്ക്. അവസാനം ഇയാൾ 2 പ്രാവശ്യം അടുത്തടുത്ത് പോയിനല്ല പുറത്തേക്ക് ട്രീറ്റ്മെൻറ്റിന്. അപ്പം ഞാൻ ആദ്യം പോകുമ്പോൾ ഞാൻ പറഞ്ഞു, കോടിയേരി പിന്നെ കോടിയേരിക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിലും ദൈവവിശ്വാസിയായ ഞാൻ പറയുന്നു കോടിയേരി നല്ല സുഖമായി തിരിച്ചു വരുന്നു. വന്നതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു, എന്താ ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ആ ടീച്ചർ പറഞ്ഞു, മെല്ലെ പറയുന്നു, ആ ടീച്ചർ പറഞ്ഞു ശരിയാണ്. ടീച്ചർ ഏകദേശം ഒരു കുട്ടിക്കാലം മുതലെന്ന് പറഞ്ഞോണം ഈ രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയ ജീവിതവും, പിന്നെ ഒന്നാമത് കല്യാശ്ശേരി തന്നെ ആയതുകൊണ്ട് ഒരു വിപ്ലവങ്ങളുടെ ഒരു നാടായിരുന്നു. അപ്പം അവിടെ വളർന്നത് കൊണ്ടും ഒക്കെ തന്നെ ടീച്ചർ അത് രാഷ്ട്രീയം കണ്ട് വളർന്നതാണ്. അന്നത്തെ ഒരു രാഷ്ട്രീയവും ഇപ്പം ഇന്നത്തെ രാഷ്ട്രീയവും കാണുമ്പോൾ ടീച്ചർക്ക് എന്താ തോന്നുന്നത്? അയ്യോ, അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ 10-1 ഉണ്ടായി ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അന്നത്തെ രാഷ്ട്രീയം ഇന്നതെല്ലാം പോയി. ഞാൻ അന്നത്തെ രാഷ്ട്രീയം ഇന്നും തമ്മിൽ വളരെ അജഗജാന്തരം എന്ന് പറഞ്ഞവര് വ്യത്യാസമുണ്ട്. അത് എനിക്കൊന്നും പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. നീയെല്ലാം കുട്ടിയല്ലേ, ഞാനെല്ലാം ഇത്ര എത്തിയില്ലേ, ഞാനെല്ലാം അനുഭവിച്ചത് എന്താ രാഷ്ട്രീയം. ഞാൻ രാഷ്ട്രീയത്തിലുള്ള ഉയർച്ചയും താഴ്ചയും എല്ലാം കണ്ടതാണ് ഞാൻ. 5 വയസ്സ് മുതൽ കാണുന്നില്ലേ, അമ്മാമന് തൂക്കാൻ വിളിച്ചതും KPR-ന് തൂക്കാൻ വിളിച്ചതും തൂക്കമറ്റിന് ഇറങ്ങി വന്നതും, പിന്നെ വീണ്ടും രാഷ്ട്രീയത്തിൽ പോയി, പിന്നെ വീണ്ടും ഇതായി, എന്നിട്ട് ജയിലിൽ കിടന്നു. എന്തെല്ലാം ഇന്നത്തെ രാഷ്ട്രീയം പോലെ ഇന്ന് രാഷ്ട്രീയം സുഖാന്ന്. ഇന്ന് രാഷ്ട്രീയത്തിലെല്ലാം സുഖം അനുഭവിക്കുന്നു. അന്ന് രാഷ്ട്രീയത്തിലെല്ലാവരും കഷ്ടപ്പെട്ടതിന് പകരം ഇന്നത്തെ രാഷ്ട്രീയക്കാർ സുഖം അനുഭവിക്കുന്നു. അന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നിട്ടുള്ള രാഷ്ട്രീയം, നടന്നിട്ട്. ഇന്നാരാ നടക്കുക? ഇന്ന് ഇറങ്ങുമ്പോഴേക്ക് തന്നെ അവിടെ കാറ് വേണ്ടേ, ഇല്ല ഒരടി നടക്കുക ഒരാൾ. ജനങ്ങളുടെ കൂടെയായിരുന്നു അന്ന് രാഷ്ട്രീയക്കാർ. അന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്ന് ഈ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നില്ല നമ്മൾ, അതിനു വേണ്ടി എല്ലാവരും പ്രയാസപ്പെട്ടു. എന്ത് സഹനം ആയാലും അതിനെ നമ്മളെ പാർട്ടീനെ എങ്ങനെയെല്ലാം തരത്തിൽ രൂപപ്പെടുത്താൻ കഴിയും. എല്ലാവരും അന്ന് അതാ കല്യാണം കഴിക്കാണ്ടല്ലേ എൻ്റെ അമ്മാവന്മാരെല്ലാം നിന്നിനി പാർട്ടിക്ക് വേണ്ടിയിട്ട്. പാർട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ കല്യാണം കഴിച്ചാൽ മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റില്ല എന്നാണ് ഈ KPR-ലും പറഞ്ഞു. അങ്ങനെ 2 KPR-ഉം കല്യാണം കഴിച്ചില്ല. എത്ര ആൾക്കാർ നിങ്ങൾക്കൊന്നും അറിയില്ല. പാച്ചേനി കുഞ്ഞാമേട്ടൻ, പിന്നെ ഈ എന്താ പറയണ്ടത് C കണ്ണേട്ടൻ, പിന്നെ ഈ പരിയാരം കിട്ടേട്ടൻ, അനിയൻ, പിന്നെ ഒറ്റപ്പടി ആളും അന്ന് നോക്കിയാൽ കല്യാണം കഴിക്കാത്തത്. എന്തിനാന്ന് പാർട്ടിക്ക് വേണ്ടിയിട്ട്.
എന്നുവെച്ചാൽ കല്യാണം കഴിച്ചാൽ പിന്നെ കുടുംബം, ഭാര്യ, കുടുംബം, ബന്ധം ഇത് ഇങ്ങോട്ട് പോയല്ല. അന്നേരം പാർട്ടിക്ക് മുഴുവൻ സമയം പ്രവർത്തനം കഴിയില്ലല്ലോ. അതല്ലേ ഈ KPR ഇങ്ങനെ അതിനു വേണ്ടി. അതല്ലേ ഈ സഖാവിന് ഇത്ര വരെ നിന്നിനി കല്യാണം കഴിക്കാണ്ട്. പിണറായി സഖാവും നായനാർ സഖാവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? അവര് നല്ല അടുപ്പത്തിലായിരുന്നു. പിണറായിന് എന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ, ഭയങ്കര ഇഷ്ടമാണ് പിണറായിയോട്. ടീച്ചർ എടുത്ത തീരുമാനമാണല്ലോ ഇനി കല്യാശ്ശേരിയിൽ താമസിക്കാം മരണം വരെ. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം? അത് എന്താന്നറിയാം, സഖാവിന് താമസിക്കണം എന്നുണ്ടായിനി ഈ വീട്ടില്. ഞാൻ പറഞ്ഞ അസുഖം എല്ലാം മാറി വന്നാല് നമുക്ക് കല്യാശ്ശേരി പോയി, എനിക്ക് കല്യാശ്ശേരിനെ കുറിച്ചൊരു കഥ എഴുതണം, ഇതുവരെ എഴുതാൻ പറ്റിയില്ല, അതുകൊണ്ട് കല്യാശ്ശേരി ലാല് ഇങ്ങനെ എല്ലാം കഥ എഴുതണം. ഒരു കാര്യം പിന്നെ സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ സഖാവിന് താമസിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ താമസിക്കണം. മക്കളെ കുറിച്ചിട്ട്? മക്കള് എല്ലാവരും 2 മക്കളാണ്. അവർ മക്കളെല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ 2 ആമക്കളാണ്. എല്ലാം അങ്ങനെ പോകുന്നു, ജീവിക്കുന്നു. സഖാവ് ആഗ്രഹിച്ചിരുന്നോ മക്കളാരെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരണം? ഇല്ല, സഖാവ് അങ്ങനെ. ടീച്ചർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല? ഇല്ല, എനിക്ക് തീരെ ആഗ്രഹമില്ല. നമുക്ക് സുഖമായി ജീവിക്കണമെന്നേ ഉള്ളൂ. ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി വന്നിരുന്നല്ലോ. സുരേഷ് ഗോപിയെ ഞാൻ നേരത്തെയുള്ള പരിചയമാണ്. എനിക്ക് സുരേഷ് ഗോപി ഒരു BJP ആണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. സുരേഷ് ഗോപിനെ ഞാൻ അന്ന് പറഞ്ഞല്ലോ, ആശുപത്രിയിൽ വെച്ചിട്ടാണ് കണ്ടത്, മെഡിക്കൽ കോളേജിൽ. ഞാനിങ്ങനെ സഖാവിന് ഇടയ്ക്കിടെ പനി വരുമല്ല, അപ്പം പനിച്ചാൽ ഞാൻ രാവിലെ പോയിട്ട് ഞാനിങ്ങനെ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ സുരേഷ് ഗോപിയാന്ന് പറഞ്ഞു. എനിക്കന്നേരം സുരേഷ് ഗോപിനെ അറിയില്ല. ഇങ്ങനെ നടന്ന് വരുന്നു വറാന്തയിൽ കൂടെ. അപ്പോൾ അയാൾ അങ്ങനെ നടന്ന് എന്നെ നോക്കിയില്ല, അയാൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി. അതിന് ശേഷം എന്നോട് സിസ്റ്റർ ചോദിച്ചു, ഇപ്പം പോയാൽ അറിയാമോ മാഡത്തിന്? അവനില്ല, എനിക്കറിയില്ല. അയ്യോ, അതല്ലേ സുരേഷ് ഗോപി ഇതൊന്നും. ഞാൻ പറഞ്ഞു അതെയാ. അന്നേരം അവൾ പറഞ്ഞു എന്നോട്, സുരേഷ് ഗോപി പിന്നെ ഈ ആശുപത്രിയിൽ പലപ്പോഴായിട്ട് വരും. എന്ന് വെച്ചാൽ ഈ കുട്ടികൾ, ഈ ചെറിയ കുട്ടികളില്ലേ, ഈ ഹാർട്ടിന് അസുഖമെല്ലാമായിട്ട് വരുന്ന കുട്ടികൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പൈസയില്ലാണ്ട് വരുന്ന കുട്ടികൾ, അതേമാതിരി കുട്ടികളുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് അയാൾ കൊടുക്കുന്നു. കണ്ണൂർ വന്നാലും എന്നെ ഇവിടെ വിളിക്കും, അമ്മ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണം, ഇല്ലേ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറയും. അങ്ങനെ വിളിച്ച് പറയും. സുരേഷ് എപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് അമ്മ പിന്നെ ഇതെന്ന് വെച്ചാൽ എനിക്ക് നായനാർ സഖാവിൻ്റെ ഭരണം എനിക്കിഷ്ടമാണ്. സഖാവ് മതത്തിനും ആചാരങ്ങൾക്കും ഒക്കെ എതിരായിട്ടാണ്. പക്ഷെ സുരേഷ് ഗോപി ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അത് ടീച്ചർക്ക് ചോദിക്കായിരുന്നില്ലേ? ഓപ്പോസിറ്റ്. പിന്നെ അതെല്ലാം നമ്മൾ ചോദിക്കുന്നില്ലടോ, നമ്മളെന്തായാലും ചോദിക്കുന്നത്. അത് എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ആതിഥ്യ മര്യാദ. നീ ഇപ്പം വന്നു, നീ വന്നാൽ നീ ചോദിക്കുന്നതിന് ഞാൻ ചിലത് മറുപടി പറഞ്ഞിട്ടുണ്ടാകും, ചിലത് മറുപടി പറയുന്നില്ല. അപ്പോൾ നിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിടുന്നത് എനിക്കിഷ്ടമല്ല. എന്തെങ്കിലും സൗഹാർദ്ദമായിട്ട് സ്നേഹത്തിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈടെ സുരേഷ് ഗോപി എന്നെ കാണാൻ വന്നു. ഓ, സുരേഷ് ഗോപി വന്നു ടീച്ചർ എടുത്ത്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യനല്ലേ, അയാൾ എല്ലാവരും ഒരു രാഷ്ട്രീയം എല്ലാവരും പലത്. പക്ഷെ നമ്മൾ മനുഷ്യനായി കാണണം. നമ്മൾ ഇതുവരെ സംസാരിച്ചത് സഖാവിനെ കുറിച്ച് തന്നെയാണ്. എന്നാലും ടീച്ചറുടെ ഉള്ളിലൊരു സഖാവ് ഉണ്ടല്ലോ, ആ സഖാവിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ സഖാവ് പൊള്ളയായ ഒരു മനുഷ്യനാണ്. ഉള്ളിലൊരു കള്ളത്തരോ കാപട്യോ ഒന്നുമില്ലാത്ത വെറും നല്ലൊരു മനുഷ്യനാണ്. ദൈവം പോലെയാണ് എനിക്ക് എൻ്റെ സഖാവ്. പക്ഷേ സഖാവ് എന്നും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു, കുടുംബത്തിനല്ല വേണ്ടി ജീവിച്ചില്ല എന്ന് ഞാൻ പറയും. എനിക്കല്ലേ പറയാൻ കഴിയുക, ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. സഖാവ് ഒരിക്കലും കള്ളം പറഞ്ഞില്ല ഒരു കാര്യത്തിന്. ഇനി മുഖ്യമന്ത്രിയായ സമയത്തും മന്ത്രിയായ സമയത്തും പിന്നെ MP ആയ സമയത്തും ഒരു പ്രാവശ്യവും ആർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി റെക്കമെൻഡ് ഇല്ല. പിന്നെ ആർക്ക് വേണ്ടിയ കളവ് പറയുന്നുണ്ട്? ഒരു കളവും പറഞ്ഞില്ല സഖാവ്. സഖാവിനോടൊത്തുള്ള ജീവിതത്തിലെ നല്ല ഓർമ്മകൾ എന്തെങ്കിലും ഒന്ന് പങ്കുവയ്ക്കുക. നല്ല ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും ഇഷ്ടമാണ്. എന്നെ ആ ശാരദയെന്നുള്ള വിളി, അല്ലെങ്കിൽ ഞാൻ എന്നോട് ഞങ്ങൾ ഈ ഫ്ലാറ്റ് താമസിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റാണ് വിജയൻ ഉണ്ടായി. അപ്പം വിജയൻ അന്ന് ആ സമയത്തെല്ലാം നല്ല ഇതാണെന്നല്ല. അപ്പോൾ വിജയൻ എന്നോട് പറയും എപ്പോഴും പിന്നെ സഖാവ് ശാരദയെന്നുള്ള ആ വിളി, അതാണ് ഓഫീസ് റൂം, അവൻ്റെ ഓഫീസ് റൂം ഓപ്പോസിറ്റാണ്. അപ്പോൾ ആ വിളിയാണ് എപ്പോഴും കേട്ടത്. അത് പറഞ്ഞ പോലെ ആ വിളിയാണ് എന്നെ ഏറ്റവും, ആ ശാരദയെന്നുള്ള വിളി, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ എന്നെ വിളിക്കുന്ന വിളി, അത് എന്നും എൻ്റെ മനസ്സിന്ന് മായാത്ത ഒരു എന്താ പറയുക, തങ്കലിപികളിൽ കൊത്തിവെച്ച അക്ഷരങ്ങളാണ് എൻ്റെ മനസ്സിൽ.
അതിന് ആ വിളിക്കും, ആ വിളി എന്നെ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നെ വിളിക്കുന്നുണ്ടോ, എന്നെ വിളിക്കുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു ടീച്ചറുടെ പരിഭവങ്ങളൊക്കെ പലപ്പോഴും ആ ശാരദയെന്നുള്ള വിളി എന്നെ നോക്കി സഖാവ് സന്തോഷിക്കുന്ന എൻ്റെ വിചാരം. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. സഖാവിന് ഇങ്ങനെ ഒരു സഖാവിനെ ആർക്കാ കിട്ടുക? ശരിക്കും എൻ്റെ സഖാവിനെ പോലെ ഒരു സഖാവില്ല. ശാരദ ഒരു ബീഡി വേണം, തിരിയില്ല, ഒറ്റ നിർബന്ധം. ശരി, ബീഡി വലിച്ചിട്ട് എന്തെങ്കിലും അതാ എൻ്റെ മനസ്സിൽ. പക്ഷെ നീ ഒരു ബീഡി തരുമെന്ന് ചോദിച്ചാൽ ആ ദുഃഖം എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ദുഃഖമാണ് എനിക്ക്. ഇപ്പോഴും ഞാനത് മനസ്സിൽ എനിക്ക് വിചാരിക്കാൻ പറ്റും. ഒരു ബീഡി ഒരു ബീഡി